ഹലോ. എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ 5ാമത്തെ യൂണിറ്റ് പേഴ്സണാലിറ്റി. അതിലെ ആദ്യത്തെ 2 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് ലാസ്റ്റ് സെഷൻ ആണ്. സോ ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. സ്ക്രീന് ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും. PPT റെഡി അല്ലേ? കാണുന്നില്ലേ? Yes, sir. Yes, sir. Yes, sir. Okay, let's go through the unit personality and what is the meaning of personality, definition of personality, characteristics of personality, and teachers അറിയേണ്ട ചില നോളജുകൾ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട്. Then factors influencing personality, അതിൽ പ്രധാനപ്പെട്ട 3 ഫാക്ടേഴ്സ്, and biological factor, sociological factor and psychological factor. പിന്നീട് അതിന്റെ തിയറികളിലേക്കാണ്. അതിൽ 3 തരത്തിലുള്ള തിയറികൾ ഉണ്ടെന്ന് പറഞ്ഞു. ടൈപ്പ് അപ്രോച്ച്, ട്രേറ്റ് അപ്രോച്ച് ആൻഡ് ടൈപ്പ് കം ട്രേറ്റ് അപ്രോച്ച്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ തിയറികളാണ് നമ്മൾ കണ്ടത്. ഗാലൻസ് ക്ലാസിഫിക്കേഷൻ, ക്രച്മേഴ്സ് ക്ലാസിഫിക്കേഷൻ, സ്പാച്ചേഴ്സ് ക്ലാസിഫിക്കേഷൻ, ഷെൽഡൻസ് ക്ലാസിഫിക്കേഷൻ, ലിപ്പിഡ്സ് ക്ലാസിഫിക്കേഷൻ, ഓഗ്ബൺസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് യൂംസ് ക്ലാസിഫിക്കേഷൻ. പിന്നീട് പിന്നെ ട്രേറ്റ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി, അതിൽ കാറ്റിലിന്റെ ട്രേറ്റ് അപ്രോച്ച്. അതിനുശേഷം ഐസെങ്കിന്റെ ടൈപ്സ് കം അപ്രോച്ച് ടു പേഴ്സണാലിറ്റി, ആൻഡ് അതിൽ എക്സ്ട്രോവേർട്ട് എന്താണ്, ഇൻട്രോവേർട്ട് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് 2-3 സ്ഥലങ്ങളിൽ ഈ ഒരു എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് പ്രത്യേകം ഒന്ന് നോക്കുക. ട്രേറ്റ് അപ്രോച്ചിന്റെ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. പിന്നീട് നമ്മൾ കണ്ടത് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറിയാണ്. അതിൽ ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ, ഈ ഒരു 3 മെന്റൽ സ്റ്റേറ്റുകളെ കുറിച്ച് നമ്മൾ കണ്ടു. പിന്നീട് ഫ്രോയിഡിന്റെ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റിയിൽ ഓരോരോ സ്റ്റേജുകളാണ്. അതിൽ 4 സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്നാണ് പറഞ്ഞതെങ്കിലും പിന്നെ 5 സ്റ്റേജസ് ആണുള്ളത്. ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ് ആൻഡ് ലേറ്റൻസി പീരീഡ് ആൻഡ് ജെനിറ്റൽ സ്റ്റേജ്. ഇങ്ങനെ 5 സ്റ്റേജുകളെ കുറിച്ചാണ് അവിടെ കണ്ടത്. ഇതൊക്കെ കംപ്ലീറ്റ് ആയതല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ? Yes, sir. Yes, sir. ഓക്കെ. ഇനി എനിക്ക് തോന്നുന്നത് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ആയിരിക്കും നമുക്ക് പോകാനുണ്ടാവുക, അല്ലേ? Am I right? Yes, sir. ഓക്കെ. അപ്പം ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ ഞാൻ ഫസ്റ്റ് കൊടുത്തൊരു സെന്റൻസ് നോക്കുക. ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ഈസ് ഈക്വൽ ടു സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സണാലിറ്റി ഈസ് ഈക്വൽ ടു ഇമോഷണലി ആൻഡ് സോഷ്യലി മെച്യൂർഡ് ഇൻഡിവിജ്വൽ ഈക്വൽ ടു വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി. അപ്പം ഒരു ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ നമുക്ക് സെൽഫ് ആക്ച്വലൈസ്ഡ് ആണ്, ഇമോഷണലി സോഷ്യലി മെച്യൂർഡ് ആണ്, വെൽ അഡ്ജസ്റ്റഡ് ആണ് എന്ന് പറയാം. സോ ആ ഒരു 3-4 പോയിന്റ് തന്നെ വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് what are the features of integrated personality, or an integrated person would be like this. അപ്പം നമുക്കറിയാം ഇമോഷണൽ ബാലൻസ്, സെൽഫ് ആക്ച്വലൈസേഷൻ, വെൽ അഡ്ജസ്റ്റ്മെന്റ്, ഇതൊക്കെ ഒരാളിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഇത്തരം ക്വാളിറ്റീസ്, ഇത്തരം ട്രേറ്റുകൾ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ആക്ച്വലി ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സോ ഡിഫറെന്റ് ക്വാളിറ്റീസ് ആർ ഇന്റഗ്രേറ്റഡ് വിത്തിൻ എ പേഴ്സണാലിറ്റി. ഓക്കെ. ഇനി ആ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, റിയലിസ്റ്റിക് അസസ്മെന്റ് ഓഫ് ഹിംസെൽഫ്. ഒരാളെ കുറിച്ചിട്ട് സ്വയം കൺട്രോൾ ചെയ്യാൻ, സ്വയം അസസ് ചെയ്യാൻ പറ്റുക. നമ്മൾ ഇതിൽ സാധാരണ സെൽഫ് അസസ്മെന്റ് എന്നാണ് പറയാം. ഓക്കെ. സെൽഫ് അസസ്മെന്റിന് ഒരാൾക്ക് പറ്റുക എന്നുള്ളത് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. നമ്മൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പഠിച്ചപ്പോൾ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്, ആ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാണ് സെൽഫ് അസസ്മെന്റിനുള്ള കപ്പാസിറ്റി കൂടുതൽ ഉണ്ടാവുക. ഓക്കെ. ദെൻ ദേ ഹാവ് സ്റ്റേബിൾ സെൽഫ് കോൺസെപ്റ്റ്. നമുക്ക് നമ്മളെ കുറിച്ച് കൃത്യമായ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവണം, സെൽഫ് കോൺസെപ്റ്റ്. സോ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ആര്, ഞാൻ എന്ത്, എന്റെ പിന്നെ കഴിവുകൾ എന്ത്, എന്റെ ലിമിറ്റേഷൻസ് എന്ത്, എന്റെ സ്ട്രെങ്ത് എന്ത്, എന്റെ വീക്ക്നെസ് എന്ത് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു അവബോധം, ഒരു ഐഡിയ, ഒരു അറിവ് ഉണ്ടാകും. ദെൻ ഹയർ ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീം ആണ്. നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ തീർച്ചയായിട്ടും വി ഷുഡ് ഹാവ് സം സെൽഫ് എസ്റ്റീംസ്. കാരണം
APJ അബ്ദുൽ കലാം ആണ് തോന്നുന്നു. കുന്നോളം കാണണം എങ്കിലേ കുന്നുക്കുരുവോളം കിട്ടുള്ളൂ എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞു വെച്ചിട്ടില്ലേ? കലാം തന്നെയാണല്ലേ പറഞ്ഞങ്ങനെ? ഓർക്കണ്ടോ? പറഞ്ഞത് തോന്നുന്നു, എന്റെ ഒരു ഓർമ്മ അങ്ങനെയാണ്. സോ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് വേണം? ജീവിതത്തിൽ അഭിലാഷങ്ങള്, ലക്ഷ്യങ്ങള്, എയിംസ്, ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. സോ അത്തരം ആളുകൾ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളായിരിക്കും. ദെൻ ഹാർമണി ബിറ്റ്വീൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഡിഫറെന്റ് ആയ ആസ്പെക്റ്റിലൊക്കെ ഒരു ഹാർമണി, നമ്മുടെ സംസാരം, നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ ഫുഡ്, ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും നമുക്കൊരു ഹാർമണി വേണം. സ്പെഷ്യലി ഒരു ടീച്ചറെ സംബന്ധിച്ച് നമ്മുടെ സംസാരം, നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ നടത്തം, നമ്മുടെ നോട്ടം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെ അഗ്രഷൻ, എല്ലാത്തിലും ഒരു ഹാർമണി, ഒരു എന്താ പറയാ, ഒരു പൊരുത്തം ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു അധ്യാപകനല്ലേ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നാണ് സാധാരണ പറയാ? നിങ്ങൾക്ക് അറിയോ? ഒരാളുടെ ഒരു അധ്യാപകന്റെ വസ്ത്രം എങ്ങനെ വേണം? ഒഫീഷ്യലാവണം. ഒഫീഷ്യലാവേ? ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിക്യൂട്ടീവ് ലുക്ക്. എക്സിക്യൂട്ടീവ്. എപ്പോഴും ഒരു അധ്യാപകൻ എക്സിക്യൂട്ടീവ് ലുക്ക് നടക്കാൻ പറ്റുമോ? ഇപ്പൊ കോട്ടൊക്കെ ട്രിപ്പ് പോകാൻ ബസ് നിറക്കിവിടും, അല്ലാണ്ട് സ്കൂൾ ഓക്കെ. അല്ല, കാഷ്വൽ ആയിട്ട് ഒരു അധ്യാപകന് ഡ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല്, ഒന്ന് ലൂസ് ആയ വസ്ത്രങ്ങൾ ധരിക്കണം. നീറ്റ് ആയിട്ടുള്ള ഡ്രസ് ആയിരിക്കണം. എന്തോ? നീറ്റ് ആയിട്ടുള്ള ഡ്രസ് ആയിരിക്കണം. അതായത് നീറ്റ് ആയ ഡ്രസ്. അതിനൊരു പ്രത്യേകം നമ്മൾ സാധാരണ പറയാനെന്ന് വെച്ചാല്, ഒന്ന് ലൂസ് ആയ ഡ്രസ്സ് അഥവാ ഭയങ്കര ഇറുകി നമ്മൾ ടൈറ്റ് ഫിറ്റ് ആകുന്ന ഡ്രസ്സുകൾ ധരിക്കരുത് എന്നുള്ളതാണ് ഒന്ന്. ഓക്കെ, നമ്പർ 1. നമ്പർ 2 വരെ എങ്ങനെ വെച്ചാല്, ഈ കളർഫുൾ ആയ ഡ്രസ്സ് ധരിക്കരുത്. ഭയങ്കര ഇതുണ്ടാവില്ലേ, ലൈറ്റ് കളറുകളുള്ള ഡ്രസ്സുകൾ ധരിക്കുക. പിന്നെ ഈ മോഡലായി വരുന്ന ഡ്രസ്സുകൾ ഉണ്ടല്ലോ, കീറിയ പാന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അതൊക്കെ ഒഴിവാക്കുക. നിങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഈ പിന്നെ ഏറ്റവും ഹയസ്റ്റ് പഠിപ്പ് കൊണ്ട് പഠിച്ചിട്ട് ഏറ്റവും ഉയർന്ന ജോലി കിട്ടുന്നത് ആർക്കാ? പഠനം കൊണ്ട് ഏറ്റവും നല്ല ജോലി കിട്ടുന്നത് RBI ഗവർണറാണോ? ആരാ? ഗവർണറോ? RBI കേട്ടില്ല. RBIന്റെ ഗവർണർ അല്ല? അല്ല, എനിക്കറിയില്ല. ഓക്കെ. നമ്മുടെ നാട്ടില് സിവിൽ സർവീസ്, IPS, IAS ഇവരാണ് അങ്ങനത്തെ പേഴ്സണാലിറ്റീസ് ശ്രദ്ധിച്ചോളാം. അപ്പൊ ലേഡീസ് ഒക്കെ ആണെങ്കിലും ഇപ്പൊ ഒരു കളക്ടർ വരുമ്പോ അവര് ഭയങ്കരമായി മോഡേൺ ഡ്രസ്സോ അല്ലെങ്കിൽ കളർഫുൾ ആയ ഡ്രസ്സോ ധരിക്കും. അവര് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഡ്രസ് ധരിച്ചിട്ടുണ്ടാവുക. ശ്രദ്ധിച്ചോളാം. ഒരു ലൈറ്റ് കളർ ചൂസ് ചെയ്യാം. ലൈറ്റ് കളർ ചൂസ് ചെയ്യാം. അതുപോലെ സിമ്പിൾ ആയിരിക്കും ഡ്രസ്സിങ്, ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഈ ഡോക്ടേഴ്സ് ഒക്കെ പലതും നോക്കിക്കൊണ്ട് ഒരു സിമ്പിൾ ഡ്രസ്സ് നമുക്ക് തോന്നിപ്പോകും, ഇവർക്ക് എന്താ നല്ല ഒരു ഇത് എടുത്തൂടെ എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ ദാറ്റ് ഈസ് അപ്പൊ അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കാരണം നമ്മൾ ഇറുകി വസ്ത്രം ധരിച്ചാലേ നമ്മൾ ശരിക്കും നമ്മുടെ ഈ മസിൽസും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷനും ഒന്ന് കൃത്യമായി പോകില്ല എന്നാ പറയാ. അഥവാ ബുദ്ധി പ്രവർത്തിക്കണമെങ്കിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ചെല്ലണമല്ലോ. സോ ലൂസായ വസ്ത്രങ്ങൾ ധരിക്കണം എന്നാ പറയാം. പിന്നെ ഒരു അധ്യാപനം എങ്ങനെ നടക്കേണ്ടത് അറിയോ? എങ്ങനെ നടക്കണം? അധ്യാപകൻ എങ്ങനെ നടക്കണം? സ്പീഡിൽ നടക്കണം. വെരി ഗുഡ്. സ്പീഡിൽ നടക്കണം, അതിന് ആൻസർ. അഥവാ നമ്മളിങ്ങനെ അയഞ്ഞു കഴിഞ്ഞ് അല്ലെങ്കിൽ അവിടെ നോക്കി ഇവിടെ നോക്കി നമ്മളെ അങ്ങാടിക്ക് ഇറങ്ങിയ മാതിരി പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. അങ്ങനെ നടക്കാൻ നമ്മൾ സ്പീഡിൽ നടക്കണം. എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ക്വിക്കായി അതിന്റെ ഒരു പരമാവധി വേഗത്തിൽ ചെയ്യണം. മാനേജേഴ്സിന്റെ ഒക്കെ പറയുന്ന കേൾക്കാം, ഈ നമ്മുടെ ലീഡറായിട്ട് നിൽക്കുന്ന വ്യക്തികളൊക്കെ ഭയങ്കര സ്പീഡിൽ നടക്കണം, അങ്ങനെയൊക്കെ പറയുന്നേക്കാം. യെസ്. നമ്മൾ ഇന്റലിജൻസ് പഠിച്ചില്ലേ? ഒരു വ്യക്തി ഒരു കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടും ചെയ്യുന്ന ആൾക്കാണ് ഇന്റലിജൻസ് ഉണ്ടാവുക. അതേപോലെ അധ്യാപകർ നടക്കുമ്പോൾ സ്പീഡിൽ നടക്കണം എന്നുള്ളതാണ്. പിന്നെ സംസാരിക്കുമ്പോഴോ മിതമായിട്ട് സംസാരിക്കണം. മിതത്വം ഫീൽ ചെയ്യണം, മിതത്വം കീപ്പ് ചെയ്യണം. അത് സൗണ്ടിലാണെങ്കിലും ലാംഗ്വേജിലാണെങ്കിലും മിതത്വം കീപ്പ് ചെയ്യണം. എമ്പതി അവർക്കുള്ളിൽ ഉണ്ടാവണം എപ്പോഴും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ശരിക്കും നമ്മൾ ഭയങ്കര എന്താ പറയാ, എപ്പോഴും ഒരു CCTVന്റെ അണ്ടറിൽ നിൽക്കുന്ന ഒരു ഫീൽ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ദെൻ ഹാർമണി ബിറ്റ്വീൻ വൺസ് എബിലിറ്റീസ് ആൻഡ് കാപ്പബിലിറ്റീസ്. നമ്മുടെ കഴിവുകളും നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഹാർമണി, ഒരു പൊരുത്തം, അതിനോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി. ദെൻ ഹാർമണി ബിറ്റ്വീൻ വൺസ് എബിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ്. നമ്മുടെ കഴിവും താല്പര്യവും, അല്ലെ? കഴിവ് ഒരു ഭാഗത്തും താല്പര്യം വേറൊരു ഭാഗത്തും പോയാലോ എന്താ ഉണ്ടാവുക? ഇപ്പൊ പാടാൻ തീരെ കഴിവില്ല, പക്ഷെ എല്ലാ ആർട്സിലും പോയി പാട്ട് പാടും. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ആളുകൾ ഒരു വേറെ ലെവലിൽ കാണാൻ സാധ്യതയുണ്ട്. സോ
ഒരു കോമളിയെ കാണാൻ സാധ്യതയുണ്ട്. സോ കഴിവുള്ള മേഖലയിൽ താല്പര്യം കൂടി, ദാറ്റ് മീൻസ് തീരെ നമുക്കിപ്പോ ഒന്നിനും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയണത്. ആ ഒരു ഹാർമണി, ഒരു പൊരുത്തം, ഒരു ഐക്യം, അല്ലെങ്കിൽ അതിന്റെ ഒരു യോജിപ്പ് നമ്മൾ കീപ്പ് ചെയ്യണം. ദെൻ ഹാർമണി ബിറ്റ്വീൻ സെൽഫ് കോൺസെപ്റ്റ്, സോഷ്യൽ കൺസ്ട്രെയിന്റ്, ലൈഫ് ഗോൾഡ് അല്ല ഗോളാണ് കേട്ടോ. സോ നമ്മളൊരു സെൽഫ് കോൺസെപ്റ്റ് നമ്മൾ കൃത്യമായിട്ടൊരു കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ സൊസൈറ്റിനെ കൃത്യമായി പരിഗണിക്കണം. അതുപോലെ തന്നെ ലൈഫിൽ ഉണ്ടാവേണ്ട ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് കൃത്യമായി സെറ്റ് ചെയ്യണം. ഇതൊക്കെ തമ്മിലൊരു ഹാർമണി ഉണ്ടാവണം. ഇതൊക്കെ ഉള്ള ഒരാളാണ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ സ്കിന്നറെ സംബന്ധിച്ച്, സ്കിന്നറുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ദ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ച് പറയുന്നത് ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് തോട്ട്, ഫീലിംഗ്സ്, ഇന്റൻഷൻ ടു ആക്ടിവിറ്റി, അഫെക്ഷൻ, സിമ്പതി, കോപ്പറേഷൻ. ഇവര് അഥവാ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകള് എപ്പോഴും അവരുടെ ചിന്തകളില്, അതുപോലെ തന്നെ അവരുടെ ഫീലിങ്സ്, ഇന്റൻഷൻ, അഫെക്ഷൻ, സിമ്പതി, കോപ്പറേഷൻ, ഇതിലൊക്കെ ഒരു പൊരുത്തുണ്ടാവും. ദാറ്റ് മീൻസ് ഇതെല്ലാം അവർ ആവറേജ് കീപ്പ് ചെയ്യും. ഒന്നിനും ഹൈ ആവില്ല. ഇപ്പൊ തോട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫീലിങ്സ് ആണെങ്കിലും ഒന്നും ഒരു എക്സ്ട്രാ ഓർഡിനറി തോട്ട്സ് പിന്നെ നമുക്ക് പറയാം. പക്ഷെ ഫീലിങ്സ് ഒക്കെ ആണെങ്കിൽ സങ്കടമാവട്ടെ, സന്തോഷമാവട്ടെ, ഇതൊന്നും അവർ അമിതമായി ആഘോഷിക്കൂല. റൈറ്റ്. സങ്കടമാണെങ്കിലും അമിതമായി എക്സ്പ്രസ് ചെയ്യൂല, സന്തോഷമാണെങ്കിലും ഓവർ ആക്കൂല. അതൊക്കെ ഒരു മോഡറേറ്റ് ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്ന ആളുകളേക്കാണ്. ദെൻ കോൺഫിഡൻസ് ഇൻ വൺസ് എബിലിറ്റീസ് എന്നുള്ളതാണ്, സിബിലിറ്റീസ് ഒക്കെ കൊടുക്കുന്നത്. ആസ് വെൽ ആസ് അവയർനെസ് ഓഫ് വൺസ് വീക്ക്നെസ്. ഒരാളുടെ എബിലിറ്റിയും വീക്ക്നെസ്സും അതിനെ കുറിച്ച് ഭയങ്കര കോൺഫിഡൻസ് ചെയ്യും. അഥവാ ഭയങ്കര അറിവുണ്ടാകും. എന്റെ എബിലിറ്റി എന്താണ്, എന്റെ വീക്ക്നെസ് എന്താണ്. അപ്പൊ സ്കിന്നർ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് തോട്ട്, ഫീലിങ്സ്, ഇന്റൻഷൻ, അഫെക്ഷൻ, സിമ്പതി, കോപ്പറേഷൻ, ഇതിലൊക്കെ ഒരു ഹാർമണി ഉണ്ടാവുക. രണ്ട് നമ്മുടെ എബിലിറ്റീസും നമ്മുടെ വീക്ക്നെസ്സും മനസ്സിലാക്കാം. ദെൻ അക്കോർഡിംഗ് ടു ആൽപോർട്ട്, സെൽഫ് എക്സ്റ്റൻഷൻ ആൻഡ് സെൽഫ് ഒബ്ജക്ടിഫിക്കേഷൻ ആണ് ഇവരുടെ ക്വാളിറ്റി പറഞ്ഞത്. സെൽഫ് എക്സ്റ്റൻഷൻ ദാറ്റ് മീൻസ് ക്ലിയർ ലൈഫ് വാല്യൂസ് ആൻഡ് ബിലീവ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായ ജീവിതത്തിൽ ഒരു വാല്യൂസ് ഉണ്ടാവും, ചിട്ടുണ്ടാവും, തൻ്റെതായ വിശ്വാസങ്ങൾ ഉണ്ടാവും, തൻ്റെതായ നിലപാടുകൾ ഉണ്ടാവും. അത്തരം ആളുകളാണ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി. ദെൻ സെൽഫ് ഒബ്ജക്ടിഫിക്കേഷൻ ആണ്, അഥവാ ഇവാലുവേറ്റ് വൺ സെൽഫ് വിത്തൗട്ട് എനി ബയാസ്. എന്തിനേയും എന്ത് ചെയ്യും, ബയാസിലല്ലാതെ അഥവാ ഒബ്ജക്ടിവിറ്റിയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അയാളെ എന്ത് ഏൽപ്പിച്ചാലും, എന്ത് ജഡ്ജ്മെന്റ് ഏൽപ്പിച്ചാലും, സ്വന്തം ഇവാലുവേറ്റ് ചെയ്യുന്നതാണെങ്കിലും വേറൊരു ആളെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ഒബ്ജക്റ്റീവ് ആയിരിക്കും. സബ്ജക്ടിവിറ്റി കടന്നു വരില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഇതാണ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റിയെ കുറിച്ച് ആദ്യം കുറച്ച് കോമൺ ഫീച്ചേഴ്സ്, ദെൻ സ്കിന്നറുടെ വ്യൂ ആൻഡ് ആൽപോർട്ടിന്റെ വ്യൂ. ഇനി നേരെ നമ്മൾ പേഴ്സണാലിറ്റി അസസ്മെന്റ് എന്നുള്ളൊരു ഭാഗത്തേക്ക് കിടക്കുകയാണ്. പിന്നെ പേഴ്സണാലിറ്റി അസസ്മെന്റ്, പേഴ്സണാലിറ്റി അസസ് ചെയ്യുക, ഒരാളുടെ സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികൾ ഇതിനെ അസസ് ചെയ്യുന്നതാണ് പേഴ്സണാലിറ്റി അസസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇത് വളരെ കാലം മുമ്പ് തന്നെ, മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ, ദ ടൈം ഇമ്മൊമോറിയൽ അല്ലെങ്കിൽ സമയം കാലം എന്നാണോ മനുഷ്യൻ ഉണ്ടായത് അന്ന് മുതലൊക്കെ പേഴ്സണാലിറ്റി അസസ്മെന്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. സം പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻവെന്ററീസ് വേർ ഡെവലപ്ഡ്. അങ്ങനെ പേഴ്സണാലിറ്റികൾ ഉണ്ടായ അന്ന് മുതൽ തന്നെ പേഴ്സണാലിറ്റി അസസ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ട ഇൻവെന്ററീസ്, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ബിഫോർ trying to measure personality, it is necessary to draw up a list of personality trait. അഥവാ ഒരാളുടെ പേഴ്സണാലിറ്റി അളക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഒരാളുടെ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിർബന്ധമായും പേഴ്സണാലിറ്റി ട്രേറ്റുകളെ കുറിച്ച് പഠിക്കണം എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഓരോരുത്തർക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ട് എന്ന് അറിയണം, അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ട് എന്ന് അറിയണം. ആ ഗുണങ്ങളാണ് പിന്നീട് എന്ത് ചെയ്യേണ്ടത്, അസസ് ചെയ്യേണ്ടത്. ഓക്കെ. സോ പേഴ്സണാലിറ്റീസ് should be cautiously interpreted. അഥവാ ഈ പേഴ്സണാലിറ്റിയെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് ബി കോഷ്യസ്ലി ഇന്റർപ്രറ്റഡ്. കാരണം ഒരാളുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ വെറുതെ അസസ് ചെയ്യാൻ പാടില്ല. ട്രൈറ്റുകൾക്ക് അടിസ്ഥാനമാക്കി അദ്ദേഹത്തിന്റെ ബിഹേവിയർ ഒബ്സർവ് ചെയ്ത് അതിനനുസരിച്ച് വേണം അത് അസസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ. ആൻഡ് സപ്ലിമെന്റഡ് ബൈ ഡാറ്റ ഫ്രം ദ സോഴ്സസ്. നമുക്ക് എന്ത് പിന്നെ പേഴ്സണാലിറ്റി അസസ്മെന്റ് എടുത്താണെങ്കിലും ഒരാളെ കുറിച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സോഴ്സിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത് അത് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ആൻഡ് ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ഷുഡ് അണ്ടർടേക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ്. പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ കോമൺ ആളുകൾക്ക് ചെയ്യാൻ പാടില്ല. അതിന് എക്സ്പേർട്ടുകൾ വേണം, സൈക്കോളജിസ്റ്റുകൾ വേണം, അവർ വേണം അത് ചെയ്യാൻ. അതിന് വേണ്ട ടെസ്റ്റുകൾ ഉണ്ട്, അതിന് വേണ്ട മെറ്റീരിയൽസ് ഉണ്ട്, ഇൻവെന്ററീസ് ഉണ്ട്. അത് വെച്ചിട്ട് വേണം പേഴ്സണാലിറ്റിയെ അളക്കാൻ. ഇനി ഇവിടെ ഈ ഒരു അസസിങ് പേഴ്സണാലിറ്റിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്, അപ്രോച്ചസ് ആൻഡ് മെത്തേഡ്സ് എന്നുള്ളതാണ്. ഇത് ഞാൻ ടെക്സ്റ്റ് അങ്ങനെ എടുത്തതാണ്, അങ്ങനെ ഒരു കറക്റ്റ് ഒരു കോളം കണ്ടതോട് നേരിട്ട് എടുത്തതാണ്. അതിൽ നോക്കാം,
മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ആണ്. അതില് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്: സബ്ജക്റ്റീവ് മെത്തേഡ്, ഒബ്ജക്റ്റീവ് മെത്തേഡ് ആൻഡ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. അപ്പൊ 3 കാര്യങ്ങളാണ്, 3 രീതിയിലാണ് പേഴ്സണാലിറ്റിയെ അസസ് ചെയ്യുന്നത് എന്നാണ്. സബ്ജക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ അളക്കുകയാണ്, അഥവാ ഓരോ വ്യക്തിയെയും കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഓട്ടോബയോഗ്രഫി, സെൽഫ് റേറ്റിംഗ്, എലിസിറ്റിംഗ് വെർബൽ റെസ്പോൺസസ്. നമ്മൾ ഒരു വ്യക്തി ആര് അല്ലെങ്കിൽ എന്ത്, അദ്ദേഹത്തിന് വേണ്ട കുറച്ച് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയോ അല്ലെങ്കിൽ സെൽഫ് റേറ്റിംഗ് സ്കെയിലൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയെ കൂടുതലായിട്ട് അളക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ട ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യുക. ഇതൊക്കെയാണ് സബ്ജക്റ്റീവ് മെത്തേഡ്സിൽ പറയുന്നത്. ആ വ്യക്തിയിലൂടെ തന്നെയാണ് ആ വ്യക്തി എന്നുള്ള പേഴ്സണാലിറ്റിക്ക് വേണ്ട അല്ലെങ്കിൽ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ട ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യാം. അതിൽ ആറ്റിറ്റ്യൂഡ് സ്കെയില്, ഇൻവെന്ററീസ്, ഇന്റർവ്യൂ, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ഇൻവെന്ററീസ്, ഇങ്ങനെയുള്ള പല ടൂൾസുകൾ അതിലെന്തുണ്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഒന്ന് സബ്ജക്റ്റീവ് മെത്തേഡാണ്. ആരാണോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതാണോ പേഴ്സൺ, ആ പേഴ്സന്റെ കാര്യങ്ങളിനെ അദ്ദേഹത്തിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നു. 2 ഒബ്ജക്റ്റീവ് മെത്തേഡാണ്. എന്ത് അസസ് ചെയ്യണം അത് നമ്മൾ ഒബ്ജക്റ്റീവ് ആക്കുക, ലക്ഷ്യം വെച്ചിട്ട് ഒരാളെ വിലയിരുത്തുക. അതിൽ കാര്യമായിട്ട് ഒബ്സർവേഷനും ചെക്ക് ലിസ്റ്റും റേറ്റിംഗ് സ്കെയിലും പെർഫോമൻസും ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അഥവാ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാളെ ഒബ്സർവ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിന്റെ നമ്മൾ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇല്ല. ഒരാളുടെ മതബോധം അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹം മത പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ അദ്ദേഹം കാണുന്നുണ്ടോ, അല്ലെങ്കിൽ മതപരമായ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ടോ, ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല. അങ്ങനെയാണ് നമ്മൾ ചെക്ക് ലിസ്റ്റിൽ ഉണ്ടാവുക. റേറ്റിംഗ് സ്കെയിൽ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നു, തീരെ പങ്കെടുക്കുന്നില്ല, കുറച്ചൊക്കെ പങ്കെടുക്കുന്നു, താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 4 or 5 റേറ്റിംഗ് ഒക്കെ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. 3 പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. അതിൽ തന്നെ 3 വിഭാഗം പറയുന്നുണ്ട്: പെർസെപ്റ്റീവ് ടെക്നിക്ക്, അപ്പർസെപ്റ്റീവ് ടെക്നിക്സ് ആൻഡ് പ്രൊഡക്റ്റീവ് ടെക്നിക്സ്. അപ്പൊ ഇതിലിങ്ങനെ ഈ ഒരു പേരുകൾ പഠിക്കാൻ ഈ ഒരു ഭാഗത്തുള്ളൂ. ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഈ ടെക്നിക്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇത് ചെയ്യാനോ അതല്ലെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനോ ഇല്ല. നമ്മൾ ഈ ഒരു തൽക്കാലം ഈ ടേംസ് മാത്രം പഠിച്ചു വെക്കുക: സബ്ജക്റ്റീവ് മെത്തേഡ്, ഒബ്ജക്റ്റീവ് മെത്തേഡ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ്. അതിൽ പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ തന്നെ പെർസെപ്റ്റീവ് ഉണ്ട്, അപ്പർസെപ്റ്റീവ് ഉണ്ട് ആൻഡ് പ്രൊഡക്റ്റീവ് ഉണ്ട്. ഇങ്ങനെ 3 ടെക്നിക്കുകൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതില് ഈ ഒരു ഏതൊക്കെ പെർസെപ്റ്റീവ് ടെക്നിക്സ്, അതിൽ വരുന്നതിൽ കുറെ ടെസ്റ്റുകൾ ഉണ്ട്. അത് ഓരോന്ന് വിശദമായി പഠിക്കാനില്ല എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി ഇതിന്റെ ഭാഗമായിട്ടുള്ള ഇത് കണ്ടോ, ഇന്റർവ്യൂ. നമ്മള് ഒന്നാമത്തെ എല്ലാത്തിലും വരുന്ന ഒരു കോമൺ ഫാക്ടറാണ് ഈ ഒരു ടെക്നിക്കുകൾ. അത്തരം ടെക്നിക്കുകളാണ്, അഥവാ പേഴ്സണാലിറ്റി മെഷർ ചെയ്യാനുള്ള, അസസ് ചെയ്യാനുള്ള ടെക്നിക്കുകളാണ് ഇവിടെ കേട്ടോ. അപ്പൊ ഇതിൽ ഇനി ഇങ്ങനെ ഓരോന്നിങ്ങനെ വരും. ഇന്റർവ്യൂ വരും, അതുപോലെ തന്നെ റേറ്റിംഗ് സ്കെയില്, ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും കേട്ടോ. സോ ഇത് ഈ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ മാത്രമല്ല, എല്ലാ റിസർച്ച് മേഖലയിലും, അതേപോലെ തന്നെ നമ്മൾ ആക്ഷൻ റിസർച്ച്, കേസ് സ്റ്റഡി, അതുപോലെ തന്നെ റിസർച്ച്, ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും വരുന്ന ടൂൾസ് ആണ് ആക്ച്വലി ഈ ഒരു 3-4 എണ്ണം ഇവിടെ പറയുന്നത്. ഒന്ന് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ മെത്തേഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് ഡയറക്റ്റ് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്ന, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഉണ്ട്, അല്ലാതെ ടെലിഫോൺ ത്രൂ ഇന്റർവ്യൂ നടത്തുന്നതുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് ആർ ദർ. ഓക്കെ, സോ ഇവിടെ ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആണോ, ഇന്ററാക്ഷൻ അല്ല, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടെസ്റ്റർ ആൻഡ് ദ സബ്ജക്ട്. അഥവാ ഇവിടെ ഒരു ടെസ്റ്ററും ഉണ്ടാവും, ഒരു സബ്ജക്റ്റും ഉണ്ടാവും. അഥവാ നമുക്കിപ്പോ ആരുതാണോ പേഴ്സണാലിറ്റി അളക്കാൻ പറ്റുന്നത്, അദ്ദേഹം നമ്മുടെ സബ്ജക്റ്റ് ആണ്. ആരാണോ അളക്കുന്നത് അദ്ദേഹം ടെസ്റ്റർ ആണ്. അപ്പൊ ഈ ടെസ്റ്ററും സബ്ജക്റ്റും തമ്മിലുള്ള ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആണ് ആക്ച്വലി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ദ ഇന്റർവ്യൂ അറൈവ്സ് അറ്റ് എ സർട്ടൻ കൺക്ലൂഷൻ. ആ ഇന്റർവ്യൂ കഴിയുമ്പോഴേക്ക് ടെസ്റ്റർ എന്ത് ചെയ്യും, സർട്ടൻ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരും. ദെൻ സൗണ്ട് ക്ലിയർ അല്ലടാ? Okay. Interviews may be introductory, fact finding, diagnostic, etc. അഥവാ ഒരു ഇൻട്രോഡക്ടറി ആയിട്ട് ഒരു നമ്മുടെ ടെസ്റ്റിലേക്കുള്ള ഒരു തുടക്കം, ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്ക് ഇന്റർവ്യൂ നടത്താം. ചിലപ്പോൾ നമുക്ക് ചില ഫാക്ടുകൾ കൂടുതൽ ഫൈൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ അതിനെ കുറിച്ച് ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ഇന്റർവ്യൂ നടത്താം. അതല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ ഡാറ്റ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്റർവ്യൂ നടത്താം. അപ്പം ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് മുഴുവനായി ഇന്റർവ്യൂ ആകണമെന്നില്ല. ഏതെങ്കിലും ഒരു ടെസ്റ്റിന്റെ ഭാഗമായി ഒരു ഇന്റർവ്യൂ നടത്തുകയും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇറ്റ് മേ ബി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ്.
സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കൃത്യമായി നമ്മൾ ക്വസ്റ്റ്യൻ പ്ലാൻ ചെയ്ത് സബ്ജക്റ്റിനെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യാണ് ടൈമും പ്ലേസും എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തുന്നതാണ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അൺസ്ട്രക്ചേർഡ് ആകുമ്പോൾ അതിൽ കൃത്യമായ ക്വസ്റ്റ്യൻ ഉണ്ടാവണമെന്നില്ല, ചില മേഖലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് എന്ത് ചെയ്യും, ടെസ്റ്റർ അദ്ദേഹത്തിന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് സബ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കൗണ്ടർ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടായിരിക്കും അതിലെന്തുണ്ടാവുക, ഇന്റർവ്യൂ നടത്തുന്നുണ്ടാവുക. സോ എസ്റ്റാബ്ലിഷ് റാപ്പോ ഇൻ ദ ബിഗിനിങ്. ഏതൊരു ഇന്റർവ്യൂ ഏതൊരാൾ സംസാരിക്കുകയാണെങ്കിലും എല്ലാത്തിലും നമ്മൾ ക്ലാസ്സിൽ പോവുകയാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് റാപ്പോ എന്നുള്ളതാണ്. ഒരാളുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു ബന്ധം, മാനസിക ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സോ ഇന്റർവ്യൂവിലും അത് തന്നെ ചെയ്യണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻഫോർമൽ ടോക്ക് ഒക്കെ നടത്തി ഒരു റാപ്പോ ബിൽഡ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ഒരു ഫോർമൽ ഇന്റർവ്യൂയിലേക്ക് കടക്കേണ്ടത്. സോ ദ ആൻസേഴ്സ് ഓഫ് ദ ഇന്റർവ്യൂ വി മേ ബി നോട്ട് റോങ്. നമ്മൾ ഈ പറഞ്ഞ സബ്ജക്റ്റിന് നമുക്ക് ഇന്റർവ്യൂ വി എന്നും പറയാം, ഇന്റർവ്യൂവർ, ഇന്റർവ്യൂ വി. സോ ദ റെസ്പോൺസസ് ആൻഡ് ദ ആൻസേഴ്സ് ഓഫ് ദ ഇന്റർവ്യൂ വി ഷാൽ ബി റെക്കോർഡഡ്. അത് നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ അപ്പൊ തന്നെ എഴുതി വെക്കാം, അതല്ലെങ്കിൽ അതിനൊരു വോയിസ് റെക്കോർഡ് ചെയ്യാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോസിബിൾ ആണ്. ഇന്റർവ്യൂ മെത്തേഡിന്റെ ചില ലിമിറ്റേഷൻസ് ആണ് കൊടുത്തത്. ചിലപ്പോൾ അഡ്വാൻറ്റേജും ലിമിറ്റേഷനും ഒരുമിച്ച് ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അഡ്വാൻറ്റേജസ് ഇതിൽ നേരിട്ട് കൊടുത്തിട്ടില്ല എന്നാണ്. യൂസസ്, ഓക്കെ, യൂസസ് ഉണ്ട്, റൈറ്റ്. സോ ആദ്യം ലിമിറ്റേഷൻ പറയണേ, ഇറ്റ്സ് ആൻ ആർട്ട്, ദിസ് സ്കിൽ ഈസ് നോട്ട് പ്രസന്റ് ഇൻ ഓൾ ടു ദ സെയിം ഡിഗ്രി. അഥവാ ഇതൊരു കലാരൂപമാണെന്ന് പറയണേ. ഇന്റർവ്യൂ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരാളേക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. എല്ലാവർക്കും എല്ലാ സമയത്തും എന്തുണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാ മേഖലയിലും അത് പെർഫോം ചെയ്യാൻ കഴിയണം എന്നില്ല. അതുപോലെ തന്നെ സബ്ജക്ടിവിറ്റി മേ ബി ഇൻവോൾവ്ഡ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുടെ പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ഈ എന്താണ് സബ്ജക്റ്റിന്റെ പേഴ്സണാലിറ്റി, ഇതൊക്കെ നമ്മുടെ റിസൾട്ടിനെ ബാധിച്ചേക്കാം. അപ്പം രണ്ട് ഇന്റർവ്യൂ നടത്തുമ്പോൾ രണ്ടിന്റെ റിസൾട്ട് ചിലപ്പോൾ ഒരേപോലെ ആവണം എന്നില്ല. ഇന്റർവ്യൂവറുടെ സ്കില്ലിനനുസരിച്ച്, അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച്, ഇൻട്രസ്റ്റിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് ഒക്കെ അതിന്റെ റിസൾട്ടിന് മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. ആൻഡ് ദ ഇന്റർവ്യൂവർ മേ ഡോമിനേറ്റ് ദർ ഇന്റർവ്യൂ. എനിക്കറിയോ, നമ്മള് പിന്നെ ജോൺ ബ്രിട്ടാസ് ഇല്ലേ, എന്തിനാ ഇന്റർവ്യൂവർ ജോൺ, നമ്മളെ ശ്രീകണ്ഠൻ നായർ ഇന്റർവ്യൂ ആരെയും കണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈല്, അദ്ദേഹം ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ നടത്തുക. ശ്രദ്ധിച്ചണോ? പറയാനുള്ള സമയം കൊടുക്കൂല. അപ്പോഴേക്കും അങ്ങോട്ട് അതിങ്ങനല്ലേ, ഇതിങ്ങനല്ലേ, അത് അവിടെ പോയിക്കണല്ലോ, ഇതിങ്ങനെ കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ രാഹുലിന്റെ മറ്റേ ഞാനൊന്ന് പറഞ്ഞോട്ടെ ആ സാധനല്ലേ. അതെ അതെ അതെ, അത്തരം എന്താ അഭിലാഷ് നമ്മളെ ഏതാ കൗണ്ടർ പോയിന്റോ എന്താ മീഡിയ വണ്ണിൽ എത്താൻ തോന്നുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ പറഞ്ഞ ആ സാധനം. അപ്പം അങ്ങനെ വരുമ്പോ വെച്ചാല് ഈ ഇന്റർവ്യൂ വി ഡൗൺ ആയിപ്പോ അവർക്കുള്ള ഒരു ഡോമിനേഷൻ, അല്ലെങ്കിൽ അവർക്ക് സെൽഫ് എക്സ്പ്രസ് ചെയ്യാനുള്ള ചാൻസസ് മിസ്സായിപ്പോ. അങ്ങനെ അതെന്ത് ചെയ്യും, നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും. Then the interviewer may try to thirst his ideas on the interviewee. അഥവാ ഇതെങ്ങനല്ലേ, ഇത് അങ്ങനെ തന്നെയല്ലേ, ഇതെന്തെങ്കിലും അങ്ങനെ ചെയ്യാത്തെ എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂവർ എന്ത് ചെയ്യുന്ന അറിയോ, ഈ ഡോമിനേറ്റ് ചെയ്യും. അത് തന്റെ ഐഡിയാസ് ഇന്റർവ്യൂവിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ അതിലിങ്ങനെ തേഴ്സ്റ്റ് അഥവാ കുത്തി ചേർക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അതും ഒരു പക്ഷേ ഇതിന്റെ റിസൾട്ടിനെ ബാധിച്ചേക്കാം. ഇനി പിന്നെ ഇന്റർവ്യൂവിന്റെ യൂസസ്, ഇവിടെ യൂസസ് ഉദ്ദേശിക്കുന്നത് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബെസ്റ്റ് ഓപ്ഷൻ ടു കളക്ട് ഇൻഫർമേഷൻ ഫ്രം ചിൽഡ്രൻ, സീനിയർ സിറ്റിസൺ, പേഷ്യൻസ്, ഇല്ലിറ്ററേറ്റ് ആയ ആളുകളൊക്കെ, എഴുത്ത് വായന അറിയില്ല, അല്ലെങ്കിൽ വയസ്സായിക്കണ്, എഴുതിപ്പിക്കാനൊന്നും അതിനകത്ത് കഴിയൂല, അല്ലെങ്കിൽ അതിനുള്ള സിറ്റുവേഷൻ ഇല്ല, അല്ലെങ്കിൽ എഴുതാൻ പഠിച്ചിട്ടില്ല. ഇത്തരം ആളുകളെ ഇന്റർവ്യൂ നടത്തി നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഡാറ്റ കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് മോർ ഫോർ റൂട്ടീൻ ആക്ടിവിറ്റീസ് ലൈക്ക് സ്റ്റുഡന്റ് അഡ്മിഷൻ. ഒരു അഡ്മിഷന് വേണ്ടി നമുക്ക് ഇന്റർവ്യൂ നടത്താം. അതുപോലെ ഫില്ലിംഗ് വേക്കന്റ് പോസ്റ്റ്, മെഡിക്കൽ കൗൺസിലിംഗ്, ഇങ്ങനെ കുറെ മേഖലയിൽ ഇന്റർവ്യൂ എന്നുള്ള ഈ ഒരു ടൂൾ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വെരി സക്സസ്ഫുള്ളി. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റിസർച്ച് മെത്തേഡിൽ, അല്ലെങ്കിൽ റിസർച്ച് മേഖലയിലൊക്കെ ഇന്റർവ്യൂ എന്നുള്ളത് ഇറ്റ് ഈസ് an separable and unavoidable tool and getting reliable information. നമുക്ക് ആശ്രയിക്കാവുന്ന കുറെ ഇൻഫർമേഷൻസ് ഇന്റർവ്യൂന്ന് കിട്ടുന്ന പറയണേ.
കാരണം ദേ ഹാവ് ടു ജസ്റ്റ് ടോക്ക്. ഈ വരുന്ന ഇന്റർവ്യൂവി അദ്ദേഹത്തിന് ഒരു റിസ്ക് കൊടുക്കണ്ട, വെറുതെ വർത്തമാനം പറഞ്ഞാൽ മാത്രം മതി. അപ്പം എന്ത് ചെയ്യും, ഉള്ളത് പോലെ പറഞ്ഞോളും. ഇതൊക്കെ എഴുതാൻ പറയുകയാണെങ്കിലോ വലിയ സ്റ്റോറി ഉണ്ട്, അത് എഴുതാൻ പറഞ്ഞാൽ എഴുതാനുള്ള മടിയോണ്ട് എന്ത് ചെയ്യൂല, ചിലപ്പോൾ ഫുള്ള് പോയിന്റ് എഴുതൂല, പറയാനാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയിക്കോളും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദർ ഇസ് എ ചാൻസ് ഫോർ ക്ലാരിഫൈങ് ഡൗട്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ ഈ ഇന്റർവ്യൂവിലാവുമ്പോൾ നമുക്ക് ഉണ്ടാകും. ചാൻസസ് ഫോർ ക്രോസ് ക്വസ്റ്റ്യൻസ്, അതെന്തെങ്കിലും എന്താണ് ക്രോസ് ക്വസ്റ്റ്യൻ, ഇതെന്താ അങ്ങനെ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു അവസരം ഇന്റർവ്യൂവിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ദ ഇൻഫോർമൻ കനോട്ട് മോഡിഫൈഡ് കനോട്ട് മോഡിഫൈ ദ റെസ്പോൺസ്. ഈ പറയുന്ന ആൾക്ക് പിന്നെ അത് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല, കാരണം നേരിട്ട് പറഞ്ഞതല്ലേ. അപ്പൊ പിന്നെ അത് മോഡിഫൈ ചെയ്യൂല. എഴുത്തൊക്കെ ആണെങ്കിൽ അത് മാറ്റി എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ടൈപ്പിംഗ് ആണെങ്കിൽ അത് മാറ്റിട്ട് വേറെ ടൈപ്പ് ചെയ്യാൻ പറ്റും. സോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞതാണല്ലോ. അത്തരത്തിലുള്ള പോസിറ്റീവുകൾ അതിനുണ്ട് എന്നുള്ളതാണ്. സോ ഒന്ന് ഇന്റർവ്യൂ കഴിഞ്ഞു, 2 റേറ്റിംഗ് സ്കെയിലാണ്. റേറ്റിംഗ് സ്കെയിൽ പറഞ്ഞാൽ അതിൽ റേറ്റിംഗ് ഇടുക എന്നുള്ളതാണ്. ന്യൂമറിക്കൽ സ്കോറുകൾ അതിന് അസൈൻ ചെയ്യും. 1, 2, 3, 4, 5 എന്നോ ഓരോ ആൻസറിന് ഇന്ന പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് റേറ്റിംഗ് നമ്മൾ ഇടും. അതാണ് റേറ്റിംഗ് സ്കെയിലിന്റെ പ്രത്യേകത. സോ യൂഷ്വലി യൂസ് 5 പോയിന്റ് സ്കെയിൽ. ഇപ്പോൾ എബോ ആവറേജ് അല്ലെങ്കിൽ എക്സലന്റ്, എബോ ആവറേജ്, ആവറേജ്, ബിലോ ആവറേജ്, നീഡ് ഇംപ്രൂവ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള വേണമെങ്കിൽ ഒരു 5 റേറ്റിംഗ് അല്ലെങ്കിൽ 4 റേറ്റിംഗ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. റേറ്റിംഗ് മേ ബി സെൽഫ് റേറ്റിംഗ് ഓർ എക്സ്പെരിമെന്റൽ റേറ്റിംഗ്. ഇതിൽ 2 തരത്തിൽ റേറ്റിംഗ് ഉണ്ടാവാം. അപ്പൊ എനിക്കൊരു ക്വസ്റ്റ്യൻ തന്നു അല്ലെങ്കിൽ റേറ്റിംഗ് സ്കിൽ തന്നു, ഞാനത് വായിച്ചിട്ട് ഇങ്ങനെ എന്റെ കാര്യങ്ങൾ, എന്റെ തോട്ട്സ് ഞാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് സെൽഫ് റേറ്റിംഗ് ആണ്. എന്നാൽ ഒരാൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഈ എക്സ്പെരിമെന്റർ അഥവാ ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂവർ ആണ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ റേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എക്സ്പെരിമെന്റൽ റേറ്റിംഗ് ആണ്. 2 തരത്തിൽ റേറ്റിംഗ് നടക്കാം. ദെൻ റേറ്റിംഗ് ഓഫ് അതേഴ്സ് ഈസ് മോർ ഒബ്ജക്റ്റീവ് ആൻഡ് വാലിഡ്. മറ്റുള്ളവരെ റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെൽഫ് റേറ്റിംഗ് അല്ലാണ്ട് എക്സ്പെരിമെന്റൽ റേറ്റിംഗ് കൂടുതൽ എന്ത് ചെയ്യും എന്ന് പറയുന്നത് വാലിഡ് ആകും, ഒബ്ജക്റ്റീവ് ആകും എന്നൊക്കെ പറയുന്നത്. തേർഡ് വൺ ക്വസ്റ്റ്യനെയർ ആണ്. ക്വസ്റ്റ്യനെയറിന്റെ സ്പെല്ലിംഗ് എപ്പോഴും നോക്കിക്കോട്ടോ. ക്വസ്റ്റ്യനും ക്വസ്റ്റ്യനും തമ്മിൽ കുറെ അക്ഷരങ്ങൾ അല്ലെങ്കിൽ കുറെ ലെറ്റേഴ്സ് അവിടെ കൂടുതലുണ്ട്. സോ ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ എന്നുള്ളതാണ്. സോ ദ റെസ്പോണ്ടന്റ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യും, റെസ്പോണ്ടന്റ് ആൻസർ ചെയ്യും. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ദി ടോപ്പിക് ഇൻക്ലൂഡഡ്. അതിന്റെ പല മേഖലയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. ഓക്കെ, അവരെന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ വായിച്ച് അത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. The testee has to note down the answers for the series of questions found in a printed sheet. Printed sheetൽ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അവരത് വായിക്കുന്നു, അതിന് ആൻസർ നോട്ട് ചെയ്യുന്നു. ചിലത് ടിക്ക് ചെയ്യാനിരിക്കും, ചിലത് എഴുതാനിരിക്കും. സോ എന്താണോ അവർക്ക് റെസ്പോൺസ് എങ്ങനെയാണോ വേണ്ടത്, they do that. Then from the answers this personality could be judged. അങ്ങനെ ഒരു 50 അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻസ്, 20 ക്വസ്റ്റ്യൻസ് അവർ ആൻസർ ചെയ്ത് സങ്കല്പിക്കുക. സോ we will examine, we will assess the answers and ഫൈനലൈസ് ഹിസ് പേഴ്സണാലിറ്റി. അങ്ങനെ അവർ എഴുതുന്ന ഉത്തരത്തിൽ നിന്നാണ് ആക്ച്വലി അവരുടെ പേഴ്സണാലിറ്റിയെ എന്ത് ചെയ്യുക, നമ്മൾ അളക്കുക. ഇതിന് വളരെ സിമ്പിൾ ആയിട്ട് ഈ സ്റ്റോറി കംപ്ലീഷനെ കൊടുക്കാറുണ്ട്. നമ്മളൊരു സ്റ്റോറിയുടെ ഫസ്റ്റത്തെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, എന്നിട്ട് ബാക്കി അവരോട് എഴുതാൻ പറയും. അവർ എഴുതുന്ന കഥയിൽ അവരുടെ പേഴ്സണാലിറ്റി ഉണ്ടാവും എന്നാണ് പറയാം. അപ്പം കുറച്ച് ആളുകൾ വിളിച്ചിട്ട് ഒരു വീട്ടിലത്തെ അല്ലെങ്കിൽ ഒരു ഫാമിലിത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞു സങ്കല്പിക്കുക. ഓക്കെ, ഇന്ന് അവരുടെ കല്യാണമായിരുന്നു, നാളെ മുതൽ അവൾ ഇവിടുത്തെ മരുമകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കഥ തുടങ്ങി സങ്കല്പിക്കാം. അപ്പം ഒരു ബ്രോക്കൺ ഫാമിലി എന്നുള്ള ഒരാൾ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിനെന്തായാലും കുറച്ച് ഇഷ്യൂസ്, പേഴ്സണൽ അവരുടെ ഒരു ഫാമിലി ഇഷ്യൂസ് ഉള്ള ഒരു സ്റ്റോറി ആയിരിക്കും അവർ എഴുതുന്നുണ്ടാവുക. അതല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ച് ഒരു വിഡോ ഒക്കെ ആയ ഒരാളൊക്കെ ആണെങ്കിൽ അവരുടെ ആ ഒരു ഇതിലെപ്പോഴും ചിലപ്പോൾ ഒരു മരണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്സിഡന്റോ ഒക്കെ കയറി വരാനുള്ള സാധ്യത ഉണ്ട്. സോ ദാറ്റ് മീൻസ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മുടെ സ്റ്റോറിയിൽ റിഫ്ലക്ട് ചെയ്യാന്നൊക്കെയാണ് അതിന്റെ ഒരു സൈക്കോളജി കേട്ടോ. ഇതിലൊരു മോഡൽ ക്വസ്റ്റ്യനെയർ പേജ് നമ്പർ 229 229 അതെല്ലാവർക്കും കാണാവുന്നതാണ്. സോ ക്വസ്റ്റ്യനെയർ ലിമിറ്റേഷൻസ് എന്താണ്? ഇറ്റ് ഈസ് റയർ ഫോർ എനി റെസ്പോണ്ടന്റ് ടു മാർക്ക് ഹിസ് റിയൽ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. ക്വസ്റ്റ്യനെയർ വന്നാലേ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചിന്തിക്കുക, ഇതെങ്ങനെങ്കിലും അങ്ങോട്ട് പൂർത്തീകരിച്ച് കൊടുത്താൽ മതി എന്നുള്ളിടത്തായിരിക്കും. നമ്മൾ യഥാർത്ഥ നമ്മളൊരു ആൻസർ കൃത്യമായിട്ട് എന്റെ മൈൻഡിൽ വരുന്ന അതേ കാര്യം എല്ലാവരും എഴുതണം എന്നില്ല. അവരെന്ത് ചെയ്യും, ജസ്റ്റ് അങ്ങോട്ട് എഴുതി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ദിസ് മെത്തേഡ് ഈസ് സബ്ജക്റ്റീവ്, ദ റിസൾട്ട് കനോട്ട് ബി വെരിഫൈഡ്. ഒരാൾ എഴുതിയാല് പിന്നെ നമുക്കത് ആൻസർ ശരിയാണോ എന്ന് നോക്കാനുള്ള ആൻസർ കീ ഒന്നുമില്ല.
അവരെന്താണോ എഴുതിയത് അതന്നെ. അവരൊരു പക്ഷെ നുണ എഴുതിയാണെങ്കിൽ ആ നുണ, സത്യം എഴുതിയാണെങ്കിൽ സത്യം. അവര് പറഞ്ഞത് മാത്രമേ നമുക്ക് വിശ്വസിക്കാനുള്ള വകുപ്പുള്ളൂ അല്ലെ? മനസ്സിലുള്ള കാര്യങ്ങൾ അളക്കാനുള്ള വേറെ ഒന്നും ഉപകരണങ്ങൾ വന്നിട്ടില്ലല്ലോ. ഇല്ലതൊന്ന് മറ്റേ ഗൂഗിൾ ഫോം ഇല്ലേ കോവിഡിന്റെ ടൈമിലൊക്കെ, അപ്പൊ നമ്മളൊക്കെ എസ് നോക്കി അടിച്ചൊരിയാനെ, കാരണം അല്ലാണ്ട് ഈ സബ്മിറ്റ് അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതെ, ഞാനൊക്കെ അപ്പൊ അങ്ങനെ കുറെ ഇങ്ങനെ മാറി മാറി അടിക്കല്ലേ. ഒരുപാട് അടിച്ചു. അപ്പൊ ഇപ്പൊ അതിന്റെ ലിമിറ്റേഷൻ അതാണ് അതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയണേ. സോ പിന്നെ അതുകൊണ്ട് തന്നെ അത് വാലിഡിറ്റി കുറവാണ്. ദ ക്വസ്റ്റ്യൻ വിൽ ലാക്ക് കൺസ്ട്രക്റ്റീവ് വാലിഡിറ്റി. കാരണം അത് വാലിഡ് ആണോ എന്നുള്ളതിന് റിലയബിലിറ്റി, വാലിഡിറ്റി എപ്പോഴും ഒരു ടെസ്റ്റിന് ഉണ്ടാവേണ്ട രണ്ട് ക്വാളിറ്റീസ് ആണ്, റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി. കാരണം അത് റിലയബിൾ ആണോ, നമുക്ക് ആശ്രയിക്കാൻ പറ്റുമോ, വാലിഡ് ആണോ, ഇത് വേറൊരു സ്ഥലത്തും അപ്ലൈ ചെയ്താൽ വാലിഡിറ്റി കിട്ടുമോ എന്നൊക്കെയുള്ള സംഭവങ്ങളിൽ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി ഇതിന്റെ മെറിറ്റ് ആണ്, ഒന്ന് എക്കണോമിക്കൽ ആണ്. നമുക്ക് കൃത്യസമയത്ത് കുറച്ച് സമയം കൊണ്ട് കുറെ ആളുകൾ നടത്താം അല്ലെ? കാരണം ഒരു 100 ആളുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം അതിന് പിന്നെ നമുക്ക് അത് എന്താണ് അഫോർഡബിൾ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ ടീച്ചേഴ്സ് ഇൻ ദർ ക്ലാസ് റൂം. ടീച്ചേഴ്സിനൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ അവരുടെ ക്ലാസ് റൂമിൽ നടത്താം. ഇറ്റ് ക്യാൻ ബി അഡ്മിനിസ്ട്രേറ്റഡ് ടു എ നമ്പർ ഓഫ് പീപ്പിൾ അറ്റ് എ ടൈം. നേരത്തെ പറഞ്ഞു നമ്മള് ഒരു സമയത്ത് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇത് നമുക്ക് നടത്താൻ പറ്റും. 4 പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരാളുടെ പിന്നെ പ്രവർത്തനം കണ്ടിട്ട് എന്ത് ചെയ്യാണ്, അതിന് എക്സാമ്പിൾസ് എന്തിനുണ്ട്, നമ്മൾ അവരുടെ പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കുകയാണ്. സ്ട്രൈവ് ടു ഗെറ്റ് ഫണ്ടമെന്റൽ ഓർഗനൈസേഷൻ ഓഫ് പേഴ്സണാലിറ്റി ആണ്. അഥവാ ഒരാളുടെ ഒരു ഫണ്ടമെന്റൽ ഓർഗനൈസേഷൻ ഓഫ് പേഴ്സണാലിറ്റി, അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് അവരുടെ ഒരു പേഴ്സണാലിറ്റി ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് കണ്ടെത്താനാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുക. Unstructured stimuli presented to the subject and he is asked to structure them in any way he likes. ഇപ്പോ ഒരു കുറെ പിന്നെ കുത്തുള്ള ഒരു സാധനം, ഓക്കെ, അത് കണ്ടിട്ട് അതിനുള്ളിൽ എന്താണ് എന്ന് ചോദിക്കുക. അപ്പം അവരുടെ മനസ്സിലുള്ള അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചുള്ള സാധനമാണ് അവരവിടെ കാണുക. വ്യത്യസ്തമായ പിക്ചേഴ്സ് കാണാം, പല ആളുകളും പല രൂപത്തിൽ അതിനെ കാണാം. അതേപോലെ തന്നെ വാഗ്യൂ പിക്ചേഴ്സ്, അല്ലെങ്കിൽ ക്ലിയർ അല്ല, ഒരു പിക്ചർ കണ്ടാൽ കൃത്യമല്ല, നമുക്ക് പലതും തോന്നാം. അത്തരത്തിലുള്ള പിക്ചേഴ്സ് ആഡ് ചെയ്യുന്നതാണ് ആക്ച്വലി പ്രൊജക്റ്റീവ് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് സെന്റൻസ് കൊടുക്കുക. ആ ഇൻകംപ്ലീറ്റ് സെന്റൻസിനെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സോ പിന്നെ ഒരു ചോദ്യം വരാണ്, ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചപ്പോൾ, എല്ലാവരും മനസ്സിൽ വിചാരിച്ചാണ് ഈ ബാക്കി എന്താന്നുള്ളത്. ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? അപ്പം ബാക്കി നമ്മുടെ മനസ്സിൽ സെന്റൻസ് ഉണ്ടാവും അല്ലെ? ഒന്ന് പറഞ്ഞ, നിങ്ങളെ മനസ്സിലൊന്ന് സെന്റൻസ് പറഞ്ഞേ. ഇന്ന് ബിസി ആയിരുന്നു, കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. നീ ബിസി ആയിരുന്നു. വേറെ എന്തൊക്കെ വരണേ? ഓക്കെ, അപ്പൊ ഓരോരുത്തർക്കും ഓരോ സെന്റൻസസ് ആണ് പിന്നെ മൈൻഡിൽ വരിക. ഇതിപ്പോ ഞാന് ഇന്നലെ വിളിച്ചപ്പോ എന്താ വെച്ചാൽ പൊതുവെ ബിസിയാണ്, അല്ലെങ്കിൽ നീ ഫോൺ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഈ ഇന്നെ മൈൻഡ് ആക്കിയിട്ടില്ല, അങ്ങനെ ഒരു 3-4 ആൻസർ സാധ്യതകളുള്ളൂ. പക്ഷെ ചില സെന്റൻസുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏത് മേഖലയ്ക്കും അല്ലെങ്കിൽ ഏത് റൂട്ടിലേക്കും തിരിച്ചിടാൻ പറ്റും. സോ അത് അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചാണ് അവർ ബാക്കി ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇത് അസസ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ ആവശ്യം, എക്സ്പേർട്ട് നിർബന്ധമാണ് കേട്ടോ. ഇനി 3 ടൈപ്സ് ഓഫ് പ്രൊജക്റ്റീവ് ടെക്നിക്കുകളാണ്. ഒന്ന് പെർസെപ്റ്റീവ്, അപ്പർസെപ്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ്. ജസ്റ്റ് അതെന്താന്നുള്ളത് മാത്രം ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡയഗ്രത്തിൽ ഉണ്ടായിരുന്നു, ജസ്റ്റ് അതിന്റെ ഒരു പിന്നെ ടേംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ പെർസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ദ സബ്ജക്ട് ഈസ് റിപ്പോർട്ട് വാട്ട് ഹി പെർസീവ്സ് ഓഫ് ഹിസ് സ്റ്റിമുലസ് പ്രസന്റഡ്. മുന്നിൽ കാണുന്ന പിക്ചർ, ഓക്കെ, ഒരു വാക്യൂ പിക്ചർ സങ്കല്പിക്കുക, അൺക്ലിയർ ആയിട്ടുള്ള പിക്ചറാണ്. അത് എന്താണെന്ന് തന്റെ പെർസെപ്ഷനിൽ വരുന്നത്, തനിക്ക് എന്താണ് ഫസ്റ്റ് അത് കണ്ടാൽ തോന്നണേ അത് പറയുന്നത്, അതാണ് പെർസെപ്റ്റീവ് എന്ന് പറയുന്നത്. 2 അപ്പർസെപ്റ്റീവ് ആണ്. അപ്പർസെപ്റ്റീവ് ആകുമ്പോൾ ദ സബ്ജക്ട് ഗോസ് ബിയോണ്ട് വാട്ട് ഹി പെർസീവ്സ് ആൻഡ് ഓഫേഴ്സ് ഇൻസ്റ്റഡ് ആൻഡ് എലാബറേറ്റ് സ്റ്റോറി. ജസ്റ്റ് കണ്ടാൽ മാത്രം പോരാ, ആ കണ്ട കാഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കഥ സ്റ്റോറി, എലാബറേഷൻ ഉണ്ടാവണം. അതിനെ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ വിശദീകരിക്കും. അതാണ് അപ്പർസെപ്റ്റീവ്. നമ്മളെ അപ്പർസെപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ എലാബറേറ്റ് ചെയ്യാനുള്ള സ്കില്ല് കൂടി അവിടെ നോക്കും. മറ്റേ നിയലൊക്കെ ഇല്ലേ, നിയല് മറ്റേ മരല്ല, അത് കാണുമ്പോൾ വേറെ ഷേപ്പ് പോലൊക്കെ തോന്നിയില്ലേ? ഏതാണ്? മറ്റേ നമ്മളെ ഷാഡോ ഇല്ലേ, ആ അത് കാണുമ്പോൾ വേറെ എന്തെങ്കിലും ഷേപ്പ് ഒക്കെ തോന്നാറുണ്ട്. അതുപോലെ ആകാശത്തിലെ മേഘങ്ങള് കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, നമുക്ക് ഓരോ ഷേപ്പ് തോന്നില്ലേ? ഇതിലുള്ള കുറെ പിക്ചേഴ്സ് ഉണ്ട്. ഞാനത് ഈ PPT ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്. ജസ്റ്റ് നെറ്റിൽ അടിച്ചാൽ തന്നെ ഇഷ്ടംപോലെ പിക്ചേഴ്സ് കാണും.
അപ്പൊ ഓരോരുത്തരോട് ചോദിച്ചാൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോന്നായിട്ട് ഇങ്ങനെ തോന്നും. ഓക്കെ, തേർഡ് പ്രൊഡക്റ്റീവ് ആണ്. സോ സബ്ജക്ട് പെർഫോം ഡ്രോയിങ് മേക്സ് ഓഫ് പ്ലാസ്റ്റിക് ക്ലേ എക്സെട്ര. അപ്പൊ ഒരു ക്ലേ കൊടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയാം, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പിക്ചറിന്റെ ഒരു തുടക്കം കൊടുത്തിട്ട് ബാക്കി ഫില്ല് ചെയ്യാൻ പറയാം. അപ്പൊ ഓരോരുത്തരും എന്തുണ്ടാവും, ഓരോന്നായിരിക്കും അതിനെ ഫില്ല് ചെയ്യുന്നുണ്ടാവുക. അതൊക്കെ അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച്. നമ്മൾ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ഒരാള് ജസ്റ്റ് വരെ കൊടുത്ത് സങ്കല്പിക്കുക. അപ്പം ചില ആളുകൾ അത് പാമ്പാക്കും, ചില ആളുകൾ അതിന് പുഴയാക്കും, ചില ആളുകൾ അതൊരു വീടാക്കും. പലതരത്തിൽ എന്ത് ചെയ്യും, നമ്മുടെ ചിന്തകളിൽ എന്താണോ വരുന്നത് അതിനനുസരിച്ച് അവരെന്ത് ചെയ്യും, ആ ഒരു പിക്ചർ കൺസ്ട്രക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഓരോ പിക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നതനുസരിച്ച് ഇത് എന്നെ പേഴ്സണാലിറ്റി ആയിരിക്കും എന്ന തിയറിയിൽ വേറെയും പറയുന്നുണ്ട് കേട്ടോ. ഇതിന് സൈക്കോളജിസ്റ്റുകൾ നിർബന്ധമാണ് കേട്ടോ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. പ്രൊജക്റ്റീവ് ടെസ്റ്റിന്റെ ചില ഫീച്ചേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. ടെസ്റ്റ് ഐറ്റംസ് ആർ ക്വൈറ്റ് അൺഫെമിലിയർ ടു ടെസ്റ്റി. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ്, നമ്മൾ കൊടുക്കുന്ന ഒരു ഇമേജ് ഈ അസസ് ചെയ്യാൻ വന്ന ആൾക്ക്, ദാറ്റ് മീൻസ് ടെസ്റ്റിക്ക് ഒരിക്കലും അറിയാൻ പാടില്ല. ഓൾറെഡി ഫെമിലിയർ ആയത് കൊടുത്താൽ അവരെന്ത് ചെയ്യൂല, അതിൽ റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, റെസ്പോൺസസ് ഓഫ് ദ ടെസ്റ്റി ആർ യുണീക്ക്. ഓരോരുത്തരുടെയും റെസ്പോൺസ് യുണീക്ക് ആയിരിക്കും. അത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയാണ് അവിടെ റിവീൽ ചെയ്യുന്നത്. മൂന്ന്, ഐറ്റംസ് ആർ ടു ടെസ്റ്റ് സബ്ജക്ട് എസ്തെറ്റിക് സെൻസ് ആൻഡ് ഇമാജിനേറ്റിംഗ് എബിലിറ്റി. ഓരോരുത്തരും ഒരു പിക്ചർ കണ്ടിട്ട് അതിൽ എന്താണെന്ന് പറയുമ്പോൾ അവരുടെ എസ്തെറ്റിക് വാല്യൂ അല്ലെങ്കിൽ അവരുടെ ഇമാജിനേഷൻ എബിലിറ്റിയാണ് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നാല്, ദ ടെസ്റ്റ് ഐറ്റം പ്രസന്റഡ് ആർ ജനറലി ആംബിഗസ്, അൺസ്ട്രക്ചേർഡ് ആൻഡ് വാല്യൂ. എപ്പോഴും ഒരു ആംബിഗിറ്റി ഉള്ള, ദ്വയാർത്ഥമുള്ള, ഒന്നിലധികം മീനിങ് കാണാൻ പറ്റുന്ന ഇമേജസ് അല്ലെങ്കിൽ ഒന്നിലധികം സെന്റൻസസ് അല്ലെങ്കിൽ ഒന്നിലധികം തീമുകൾ ആഡ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസസ് മാത്രമാണ് ഇത്തരം ടെസ്റ്റുകൾക്ക് കൊടുക്കുള്ളൂ. സ്ട്രക്ചേർഡ് ആയിട്ട് കൊടുക്കൂല. അവര് വേണം സ്ട്രക്ചർ ആക്കാൻ, അവര് വേണം അതിന് മീനിങ് കണ്ടെത്താൻ. ഓക്കെ, then do not demand elaborate answers from the testee. ഒരുപാട് എലാബറേറ്റ് ചെയ്യുന്ന ആൻസറുകളൊന്നും ടെസ്റ്റികളെയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യൂല. അതിന്റെ ജസ്റ്റ് ഒരു എലാബറേഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. The interpretation is made not on the basis of one's response alone, but rather in the relation to the total configuration of response. അഥവാ ജസ്റ്റ് ഒരു റെസ്പോൺസ് മാത്രം എന്ത് ചെയ്യരുത്, ഒരാളുടെ പേഴ്സണാലിറ്റി അളക്കരുത് എന്നുള്ളതാണ്. ഒരു സെക്കൻഡ്. ഹലോ, ക്ലാസ്സിലാണ്. ഹലോ, ഓൺലൈൻ ക്ലാസ്സിലാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പം ചിലത് എന്ന് വെച്ചാല് ഒന്നിലധികം റെസ്പോൺസസ് വേണ്ടി വരും. അങ്ങനെ വേണമെങ്കിൽ അത് എടുക്കണം. ഓക്കെ, ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് റിസൾട്ട് കൊണ്ട് അത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തരുത് എന്നുള്ളതാണ് അതിന് മറ്റൊരു പ്രത്യേകത. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മനസ്സിലാവണമെങ്കിൽ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് നേരിട്ട് ഇതിൽ ടെസ്റ്റ് ചെയ്യാനില്ല. ഒരു ടെസ്റ്റ് ചെയ്താലാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ മനസ്സിലാവുക. എന്തെങ്കിലും ഇതിന്റെ കോമൺ പിക്ചേഴ്സ് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ നമുക്ക് എന്ത് പറ്റും, നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്കഷൻ ആവാട്ടോ. ദെൻ അടുത്ത ഇത് ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള അതിന്റെ എക്സ്പെരിമെന്റും അതിന്റെ ഒരു രീതികളുമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വോയിസ് ക്ലിയർ അല്ലേ? എല്ലാവരും ഇല്ലേ അവിടെ? ഒരു സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇതിൽ പറയുക വെച്ചാല് റോർഷാക്കിന്റെ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് എന്നുള്ളതാണ്. അപ്പം റോർഷാക്കിന്റെ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് എങ്ങനെ ചെയ്യാന്നുള്ളൊരു ജസ്റ്റ് ഒരു ബേസിക് ഇൻഫർമേഷൻ ആണ് ഇതിൽ പറയുന്നത്. ഇത് ഹർമൻ റോർഷാക്ക് എന്നുള്ള ഒരാളാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 10 കാർഡുകൾ ഉണ്ടെന്ന് പറയുന്നത്. ഈച്ച് കാർഡ് ഷോയിങ് ആൻ ഇങ്ക്ബ്ലോട്ട് ഫിഗർ, അഥവാ കുറെ ഇങ്ക്ബ്ലോട്ട്സിന്റെ കുറെ കുത്തുകുത്തുള്ള ഒരു ഫിഗർ ആണ് ഓരോ കാർഡിൽ ഉണ്ടാവുക. വിച്ച് കൺവേ നോ സ്പെസിഫിക് മീനിങ്. അതിന് ഓരോന്നിനും എന്തില്ല, സ്പെസിഫിക് മീനിങ് ഇല്ല. ഓക്കെ, ഔട്ട് ഓഫ് 10, 5 ആർ കളേർഡ് ആൻഡ് 5 ആർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. 5 കാർഡുകൾ കളേർഡ് ആയിരിക്കും, 5 കാർഡുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഇതിന്റെ ഇമേജസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം, ഞാൻ നോക്കിയിട്ടില്ല. സോ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് സബ്ജക്ട് ഈസ് ഷോൺ ദ കാർഡ്സ് ആൻഡ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ. ആ 10 കാർഡുകൾ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ എന്ത് ചെയ്യണം,
ഈ ടെസ്റ്റീക്ക് അതല്ലെങ്കിൽ സബ്ജക്റ്റിന് കാണിച്ചു കൊടുക്കുക. ഹീസ് ആസ്ക്ഡ് ടു സേ വാട്ട് ഹി സീസ് ഇൻ ദ പിക്ചർ. ഓരോന്നിനും അവർ എന്താണ് കാണുന്നത് എന്നുള്ള അവരെന്ത് ചെയ്യണം, പറയണം. ഓക്കെ, ഓരോ കാർഡ് കാണിച്ചു കൊടുക്കുമ്പോഴും എന്താണ് തോന്നുന്നത്, ഇത് എന്തിന്റെ ഇമേജ് ആണ് എന്ന് അവർ പറയണം. സോ ദ സബ്ജക്ട് ഈസ് റെസ്പോൺസ്. അപ്പൊ എന്ത് ചെയ്യും, അവർ അവരുടെ റെസ്പോൺസ് ഇങ്ങനെ നമ്മോട് പറയും. ആൻഡ് ദർ ഇസ് നോ ടൈം ലിമിറ്റ് ഫോർ ദിസ്. അപ്പം അവരെന്ത് ചെയ്യാൻ പാടില്ല, ധൃതി കൂട്ടരുത്. അപ്പൊ അവര് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് അവർക്ക് ഇങ്ങനെ എപ്പോഴാണോ ആശയം വരിക അപ്പോഴായിരിക്കും അവർ പറയേണ്ടാവുക. ഒരു ഹൈ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയും, ലോ ഇന്റലിജൻസ് ഒക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. Then the psychologist note down the reaction and making final interpretation. അപ്പോൾ സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യും, അവിടെ ഇരുന്നിട്ട് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെ, അദ്ദേഹം എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു, എന്ത് ഉത്തരം പറയുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിന് വേണ്ട ഈ ഒരു 10 കാർഡ്സോ ബാക്കി കാര്യങ്ങളൊന്നും ബുക്കിലില്ല കേട്ടോ, അത്തരം കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ഇങ്ങനെ റോഷാക്കിന്റെ ഇങ്ക് ബ്ലോക്ക് ടെസ്റ്റ് ഇങ്ങനെയാണ് നടത്തേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിന്റെ സ്കോറിംഗ് ആൻഡ് അനലൈസിങ് ആണ്. അത് എങ്ങനെയാണ് ഇത് അനലൈസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതാണ്. അതിൽ 3 മേഖല പറയുന്നുണ്ട്: ലൊക്കേഷൻ, ഡിറ്റർമിനൻസ് ആൻഡ് കോണ്ടന്റ്. ഇങ്ങനെ 3 മേഖലകളെ വെച്ച് പറയണത്. ലൊക്കേഷൻ ആണെങ്കിൽ അതിൽ നമ്മൾ കൊടുക്കുന്ന സൂചകങ്ങളാണ് കേട്ടോ, അഥവാ ഇതിന്റെ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ട സൂചകങ്ങളാണ് WD, ക്യാപിറ്റൽ D, സ്മോൾ d, S എന്നൊക്കെ പറയുന്നത്. ഹോൾ ബ്ലോട്ട് ഏരിയ, ലാർജ് കോമൺ ഡീറ്റെയിൽ, സ്മാൾ കോമൺ ഡീറ്റെയിൽ, വൈഡ് സ്പേസ്. അഥവാ ഇത് ഏതൊക്കെ ലൊക്കേഷനുകൾ അവർ എന്താണ് നോട്ട് ചെയ്തു, ഏതൊക്കെ ലൊക്കേഷൻസ് അവർക്ക് നോട്ട് ചെയ്യാൻ പറ്റി, അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ലൊക്കേഷൻ. ഡിറ്റർമിനൻസിലാണെങ്കിൽ അവരുടെ എന്താണ്, ഒന്ന് മൂവ്മെന്റ്, F ഫോം, C കളർ, K ടെക്സ്ചർ ഓർ സർഫേസ് അപ്പിയറൻസ്. സോ ഇവരുടെ ഓരോരോ മൂവ്മെന്റുകളും അവരെങ്ങനെ ഫോം ചെയ്യുന്നു, കളറിനോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു, അങ്ങനെ ഇതിന്റെ റിസൾട്ടുകൾ ഈ സൈക്കോളജിസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്, സ്കോറിങ്ങും അനലൈസിംഗിൽ. ഇത് നമ്മൾ നേരിട്ട് ചെയ്യാത്തത് കൊണ്ട് ഉള്ള ലിമിറ്റേഷൻ അതിൽ നമുക്ക് ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ ടെസ്റ്റ് ചെയ്തിട്ടില്ല, വേറെ നമുക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ സൈക്കോളജിയിൽ ഉണ്ടായിരുന്നു. ഇതേപോലെ കുറെ കാർഡ്സിന്റെയും സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഓരോരുത്തർക്കും ഓരോരോ റെസ്പോൺസുകൾ ഉണ്ടാവുക. ചില ആളുകൾ നമ്മൾ ബോഡി ഓർഗൻസ് എന്ന് പറയുമ്പോൾ ചില ഇമേജ് കണ്ടാൽ ചില ആൾ പറയും അത് മൃഗങ്ങളാണ്, ചില ആൾ പറയും അതൊരു പക്ഷിയാണ്, ചില ആൾ പറയും അത് കാർമേഘാണ്. അങ്ങനെ പല രൂപത്തിലാണ് പറയാ. ഓക്കെ, അത് വെച്ചിട്ട് അവരുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കോണ്ടന്റ് ആണെങ്കിൽ ഹ്യൂമൻ ഫിഗേഴ്സ് പറയണമെങ്കിൽ H ഇടുക, ആനിമൽ ഫിഗേഴ്സ് ആണെങ്കിൽ A ഇടുക. അഥവാ ഞാൻ പറഞ്ഞല്ലേ, ഒരു ഈ ഇങ്ക് ബ്ലോട്ട് കണ്ടു കഴിഞ്ഞാല് ചിലപ്പോൾ തോന്നും അതൊരു കുതിരയാണോ എന്ന്, ചില ആളുകൾക്ക് തോന്നും അതൊരു മലനിരയാണോ എന്ന്, ചില ആളുകൾക്ക് തോന്നും രണ്ടുപേരും തമ്മിൽ കളിക്കുകയാണോ, അങ്ങനെ പലതും തോന്നും. അപ്പം ഇതിൽ ഓരോരുത്തരെ ആര് തോന്നിയാലും അതിനൊക്കെ എന്തുണ്ട്, സൈക്കോളജിസ്റ്റുകൾക്ക് ഓരോ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ഓക്കെ, ചെടികളെ കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഏത് ക്യാരക്ടറുള്ള ആളാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ഫിഗേഴ്സ് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എന്താകാം, അത്തരത്തിലുള്ള ഒരു ഇവാലുവേഷൻ ആണ് ആക്ച്വലി ഈ ഒരു ടേംസുകളെ കൊണ്ട് അവർ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു ടെസ്റ്റ് ആണ് മുറേസ് മോർഗൻസ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, TAT എന്നുള്ളതാണ്. അപ്പോ ഇതിൽ പറഞ്ഞാല് 20 പിക്ചറുകളുടെ ഒരു കാർഡുകൾ, 20 പിക്ചേഴ്സ് ആണ് അത്ര ഈ ഒരു ടെസ്റ്റിൽ ഉണ്ടാവുക. ഈച്ച് പിക്ചർ ഡെപിക്റ്റിംഗ് എ വാല്യൂ സോഷ്യൽ സിറ്റുവേഷൻ. ഇതൊക്കെ ഓരോ സോഷ്യൽ സിറ്റുവേഷൻ ആണ്, പക്ഷെ കൃത്യമായിട്ട് ഇന്ന സോഷ്യൽ സിറ്റുവേഷൻ ആണെന്ന് പറയാൻ കഴിയില്ല. അത് കാണുന്ന ആൾക്ക് ടെസ്റ്റീക്ക് എന്ന് തോന്നണം ഇതിന്റെ സിറ്റുവേഷൻ ആണ്, ഇതിന്റെ സിറ്റുവേഷൻ ആണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. സബ്ജക്ട് ഈസ് റിക്വയർഡ് ടു ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ 20 പിക്ചറുകൾ ഇത് കാണിച്ചു കൊടുക്കും. ഓരോ പിക്ചർ കണ്ടാലും ഇത് എന്ത് സിറ്റുവേഷൻ ആണെന്നുള്ളത് ടെസ്റ്റി പറയണം. സബ്ജക്ട് ഈസ് ആസ്ക്ഡ് ടു ഡിസ്ക്രൈബ് ദ as to what is happening at the present moment. അപ്പൊ ഓരോന്ന് കാണുമ്പോൾ എന്ത് ചെയ്യണം, ഈ സബ്ജക്റ്റിനെ അത് ഡിസ്ക്രൈബ് ചെയ്യണം, എന്താണ് സംഭവിക്കണത്, ആ പിക്ചറിൽ എന്താണ്, അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവർ ഡിസ്ക്രൈബ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതിലൊരു ചെറിയ മിസ്റ്റേക്ക് എന്തുകൊണ്ട് അവിടെ. Then he is asked to spin a story with the picture. അങ്ങനെ ഈ പിക്ചേഴ്സ് വെച്ചിട്ട് അവർ നമ്മളൊരു സ്റ്റോറി അഥവാ ടെസ്റ്റിനോട് ഒരു സ്റ്റോറി പറയാൻ പറയുന്നത്. അപ്പൊ അവർ പറയുന്ന സ്റ്റോറിയും അവർ കണ്ട പിക്ചേഴ്സ് തമ്മിലൊക്കെ കണക്ട് ചെയ്യാൻ അവിടെ അവർക്ക് പറ്റണം. സോ അവിടെ അവരുടെ ഫീലിങ്സ്, ഏർജസ്, ഡിസൈഡേഴ്സ് അതൊക്കെയാണ് അത്ര ഈ ഒരു സ്റ്റോറി അവർ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് അളക്കാൻ പറ്റുക. അവരുടെ പേഴ്സണാലിറ്റിയിലുള്ള അവരുടെ മനസ്സിനുള്ളിലുള്ള ഫീലിങ്സ്, അവരുടെ ആഗ്രഹങ്ങള്, അഥവാ അവരുടെ എന്താണ് ഏർജസ് ആൻഡ് ഡിസയേഴ്സ്, അതൊക്കെ അവർ ആ സ്റ്റോറിയിൽ ഉൾപ്പെടുത്തി പറയുന്നതാണ്. ഒരാളെ മനസ്സിൽ ഇതിൽ ഇപ്പോ ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഒരു ഇങ്ക് ബ്ലോട്ട് കാണിച്ചു കൊടുത്തിട്ട് ഒരു
പിന്നെ ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി ടെൻഷൻ ആയിട്ട് വന്ന് സങ്കല്പിക്കാം. ഞാനൊരു ഉദാഹരണം പറയാം കേട്ടോ. ഞങ്ങൾ പഠിച്ചൊരു ഉദാഹരണം പറയാണേ. ഒരു കുട്ടിക്ക് പിന്നെ പഠനത്തിൽ പിന്നോക്കം പോയി. ഓക്കെ, ഒരു കേസ് പറയാട്ടോ. കേൾക്കണില്ലേ? ഓക്കെ. അപ്പം ആ കുട്ടി പ്രശ്നം ഇതാണ്, കുട്ടിക്ക് പഠനത്തിൽ പിന്നോക്കം പോയി. റൈറ്റ്. അങ്ങനെ കുട്ടിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ കൗൺസിലിംഗ് ചെയ്തു. നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു ഇത് കിട്ടി, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു സങ്കല്പിക്കാം. ഓക്കെ. അങ്ങനെ ഈ ഇങ്ക് ബ്ലോട്ടിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ആ കുട്ടി അവിടെ കാണാൻ സാധ്യതയുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഹ്യൂമൻ ഫേസസ് കാണാൻ സാധ്യത ഉണ്ട്. അപ്പം ആ ഒരു ഇങ്ക് ബ്ലോട്ടിലുള്ള അല്ലെങ്കിൽ ആ ഒരു വാക്യൂ പിക്ചർ കൊടുത്തു സങ്കല്പിക്കുക. ആ വാക്യൂ പിക്ചറിൽ ഒരാളെ റേപ്പ് ചെയ്യണതോ ഉപദ്രവിക്കണതോ അതല്ലെങ്കിൽ അങ്ങനെ മിസ്യൂസ് ചെയ്യണതോ എന്തെങ്കിലുമൊക്കെ ഒരു ആ കുട്ടി കാണുന്നുണ്ടാവുക. കാരണം ആ കുട്ടിന്റെ മനസ്സിൽ അപ്പോഴും ഫുള്ളായിട്ട് ഞാൻ അനുഭവിച്ച ഒരു ടെൻഷൻ, അല്ലെങ്കിൽ അവൾ റേപ്പ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അവൾ മിസ്യൂസ് ചെയ്യപ്പെട്ടതായിരിക്കും ഉണ്ടാവുക. അപ്പൊ വീട്ടില് നമ്മള് പാമ്പിനൊക്കെ കണ്ടാൽ നമുക്ക് കയറേണ്ടാൽ പാമ്പ് പോലെ തോന്നിയില്ലേ? അതെ, ആ ഒരു സംഭവം തന്നെ. അപ്പൊ അല്ല, ഞാൻ ഒരു കേസ് വെച്ച് പറഞ്ഞതാണ്. അപ്പൊ റേപ്പിന് വിധേയമാക്കപ്പെട്ട ഒരു കുട്ടി പഠനത്തിൽ പിന്നോക്കം പോയി, ആ കുട്ടിനെ നമ്മൾ കൗൺസിലിംഗിൽ കൊണ്ടുവന്നാല് ഇത്തരത്തിൽ കാർഡ്സ് കാണിച്ചു കൊടുത്താൽ ആ കുട്ടി കാണുന്നുണ്ടാവുക ഒരാളെ ഉപദ്രവിക്കുന്നതോ ഇതേപോലെ സെക്ഷൽ റേപ്പ് ചെയ്യണതോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ കുട്ടി പെട്ടെന്ന് കാണുക എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ. അപ്പം ഒരു ബ്രോക്കൺ ഫാമിലി എന്നുള്ള കുട്ടിയാണെങ്കിൽ അത് കാണുക അവന്റെ ഫാദറും മദറും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളോ കലഹങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കാണുന്നുണ്ടാവുക. അപ്പം നമ്മളെ മൈൻഡിൽ എന്താണോ അതായിരിക്കും നമ്മൾ പിന്നെ അവിടെ പ്രൊജക്ട് ചെയ്യാനുള്ള സാധ്യത എന്നാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പിന്നെ നമ്മളെ പാമ്പിനെ ഭയങ്കരമായി പേടിച്ച ഒരാളെ സംബന്ധിച്ച് പിന്നെ എന്ത് കണ്ടാലും പാമ്പായി തോന്നുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് വേറെയും ടേംസ് ഉണ്ട് കേട്ടോ. ഈ പിന്നെ മറ്റേ ഹാലൂസിനേഷനും അങ്ങനത്തെ കുറച്ച് സംഭവം കൂടി അതിൽ കയറി വരും കേട്ടോ. ഇനി ലാസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്, ലാസ്റ്റിനെ തോന്നുന്നു സിറ്റുവേഷണൽ ടെസ്റ്റ് ആണ്. അഥവാ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് അവരെ പെർഫോം ചെയ്യാണ് ആക്ച്വലി. ഓക്കെ. ദ സബ്ജക്ട് എന്ത് ചെയ്യണം? പെർഫോം ചെയ്യണം. സോ ദ സബ്ജക്ട്സ് ആർ ഒബ്സർവ്ഡ് ഇൻ സിറ്റുവേഷൻ ആൻഡ് ദേ ഡു നോട്ട് നോ വാട്ട് ദേ ആർ ബീങ് അസസ്ഡ്. അവർക്ക് നമ്മൾ ചെറിയ ടാസ്ക് കൊടുത്തു, അത് അവർ ചെയ്താൽ മതി. പക്ഷെ നമ്മൾക്ക് അവർ ടാസ്ക് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാനുണ്ടാവും അല്ലെങ്കിൽ അസസ് ചെയ്യാനുണ്ടാവും. ഒരു പക്ഷെ അവരുടെ പെർഫോമൻസ് ആയിരിക്കാം, അവരുടെ ഐ കോണ്ടാക്ട് ആയിരിക്കാം, അവരുടെ അറ്റൻഷൻ ആയിരിക്കാം, മെമ്മറി ആയിരിക്കാം. നമ്മൾ പലതും അതിലെന്ത് ചെയ്യും? അസസ് ചെയ്യും. ഓക്കെ. സോ ഒരു പെർഫോമൻസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? ഈ ആളുകൾ പെർഫോം ചെയ്യണം. ആ പെർഫോം ചെയ്യുമ്പോൾ സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യും? ഈ പെർഫോമൻസ് അവിടെ അസസ് ചെയ്യും അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യും. ആ ഒബ്സർവേഷനിൽ നിന്ന് അവരെന്ത് ചെയ്യും? കുറച്ച് ടിപ്സുകൾ അതിൽ എടുക്കും. അപ്പൊ ഇത്തരം ഈ സിറ്റുവേഷൻ ടെസ്റ്റുകൾ അതിന്റെ വാലിഡിറ്റി പുവർ ആണെന്ന് പറയുന്നുണ്ട്. എല്ലാവരും എല്ലാ സമയത്തും ഒരേപോലെ പെർഫോം ചെയ്യണം എന്നില്ല, അല്ലെ? നിങ്ങൾ ആലോചിച്ചോളൂ, നമുക്ക് ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓരോ മൂഡായിരിക്കും. അപ്പൊ നമ്മൾ ഭയങ്കര ഡിപ്രഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് സുഖമില്ല, ഒരു പല്ലുവേദന ആണെങ്കിൽ അന്ന് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികളൊന്നും എനർജി ഉണ്ടാവില്ല. അത് വെച്ചിട്ട് നമ്മൾ ഭയങ്കര പേഴ്സണാലിറ്റി, നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പം ഈ ഒരു പെർഫോമൻസിന് എന്തുണ്ട്? ചില ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ രണ്ട് പിന്നെ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്, ഒന്ന് സൈക്കോ ഡ്രാമ, രണ്ട് സോഷ്യോ ഡ്രാമ. സൈക്കോ ഡ്രാമ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഹാസ് ടു പ്ലേ എ റോൾ സ്പോണ്ടേനിയസ്ലി ഇൻ എ സിറ്റുവേഷൻ. ഈ ഇൻഡിവിജ്വൽ എന്ത് കൊടുക്കുകയാണ്? നമ്മൾ റോൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അവരെന്ത് ചെയ്യണം? അതനുസരിച്ച് ആക്ട് ചെയ്യണം. ഹിസ് ബിഹേവിയർ ഈസ് ഒബ്സർവ്ഡ്. അതിന്റെ അപ്പൊ ആ ഒരു വ്യക്തി എങ്ങനെയാണ് സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യണത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ബിഹേവിയർ നമ്മൾ ഒബ്സർവ് ചെയ്യും. ഇനി സോഷ്യോ ഡ്രാമയിൽ പോവുകയാണെങ്കിൽ ഈ ഡീൽസ് വിത്ത് ദ പ്രോബ്ലം ഓഫ് ദ ഗ്രൂപ്പ്, അഥവാ ഒരു ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങളെ. മറ്റേതൊരു പേഴ്സൺ ആണ്. ഇവിടെ ഒരു ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാണ്? ഡീൽ ചെയ്യാണ്. ഇത് പോർട്രേസ് പ്രോബ്ലം വിത്ത് വിച്ച് ദ ഓഡിയൻസ് ഈസ് കൺസേൺഡ്. അഥവാ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ, സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ പ്രോബ്ലംസിനെ ഡീൽ ചെയ്യുന്നതാണ് സോഷ്യോ ഡ്രാമയിൽ ഉണ്ടാവുക. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും അതിൽ നോക്കുന്നുണ്ടാവുക. ഇനി ഫ്രീ അസോസിയേഷൻ ടെസ്റ്റ് ആണ്. ആക്ച്വലി ഇത് ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു കേട്ടോ. വില്യം യൂങ് ആണ് ആക്ച്വലി ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അട്ടറിംഗ് ഓഫ് എ സ്റ്റിമുലസ് വേർഡ് ബൈ ദ ടെസ്റ്റർ ആൻഡ് ദ സബ്ജക്ട് റെസ്പോണ്ട് ഇമ്മീഡിയറ്റ്ലി ബൈ അനദർ വേർഡ്. നമ്മൾ പെട്ടെന്നൊരു വേർഡ് പറയാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് വേർഡ്, അല്ലെങ്കിൽ ഒരു വേർഡ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ, പെട്ടെന്ന് ആ സബ്ജക്ട് അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറയണം. ഒരു ഉദാഹരണം പറയണേ. ഇപ്പൊ ഞാൻ പറയണേ കടൽ എന്ന് പറഞ്ഞാല്
നമ്മള് പിന്നെ ഓരോരുത്തർക്കും കടലിനെ പറ്റിയിട്ട് പിന്നെ പറയാനുള്ള സെന്റൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഒരു മുക്കുവമ്മൻ പറയുകയാണെങ്കിൽ കടലിൽ നിന്ന് നമുക്ക് ഒരുപാട് മീൻ പിടിക്കാം എന്നുള്ളതൊക്കെ അവർ പറയുന്നുണ്ടാവുക. കടൽ വെറുതെ ഒരു കാഴ്ചയെ ആസ്വദിച്ച ആളുകൾ ഓക്കെ കടൽ തീരത്ത് ഇരുന്ന് പോയിരുന്ന് ആസ്വദിക്കാൻ ഭയങ്കര സുഖമാണ്. ഇനി കടലിലെങ്ങാനും ആരെങ്കിലും എന്തെങ്കിലും മുങ്ങി പിന്നെ ശ്വാസം കിട്ടാതെ കഴിക്കണമെങ്കിൽ കടൽ പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആണ്, ഇറങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്നുണ്ടാവുക. സോ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മുടെ കോൺസെപ്റ്റിൽ നിന്ന് എങ്ങനെയാണോ ഒരാൾ എന്താണ് അതിനെ ധരിച്ചു വെച്ചത് അതിനനുസരിച്ച് അവർ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ആക്ച്വലി ഫ്രീ അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ദ ടൈം ടേക്കൻ ഫോർ ദ റെസ്പോൺസ് ഈസ് ലോങ് ഇഫ് ലോങ് മേ ഇൻഡിക്കേറ്റ് ബ്ലോക്സ്. അഥവാ എന്തെങ്കിലും ബ്ലോക്കുകൾ വന്നാൽ ആ റെസ്പോണ്ട് ചെയ്യാനുള്ള സമയം ഒരു പക്ഷെ കുറച്ച് കൂടുതലായിരിക്കും എന്നാണ്. മെന്റൽ ബ്ലോക്കോ അല്ലെങ്കിൽ നമ്മളെ ഒരു പിന്നെ തോട്ട്സോ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് വന്നാൽ ദാറ്റ് മീൻസ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും, റെസ്പോൺസ് കിട്ടാനുള്ള ഒരു ടൈം ലാഗ് ചെയ്യാം. The type of responses when analyzed will get a clue to personality characteristics. അപ്പൊ ഇങ്ങനെ അവർ പറയുന്ന ആ ഒരു പിന്നെ ഫ്രീ റെസ്പോൺസിന് അവരുടെ പേഴ്സണാലിറ്റിയുമായി കണക്ഷൻ ഉണ്ടാകും എന്നാണ് ഈ ഒരു ടെസ്റ്റിൽ പറയുന്നത്. നമുക്കൊക്കെ വേണമെങ്കിൽ പിന്നെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കുട്ടികളോടൊക്കെ പിന്നെ ക്ലാസ് റൂമിൽ മൊത്തമായിട്ട് നമ്മളിങ്ങനെ ചോദിക്കാം, അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഒരു ലവ് അഫെയറിനെ കുറിച്ച്, ലവ് അഫെയർ എന്താണ്, നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് ഫസ്റ്റ് മനസ്സിൽ വരുന്ന ഒരു സെന്റൻസ് അത് പറയണം എന്നൊക്കെ പറയാം. അപ്പൊ ചില ആളുകൾ പറയും ഒരിക്കലും പോകാൻ പാടില്ല, നമ്മൾ ചതിക്കും. ആ ആൾ എന്ത് ചെയ്യും, ഒരിക്കൽ തേപ്പ് കിട്ടിയ ആളായിരിക്കും. അല്ലെങ്കിൽ മറ്റേ ആൾ പറയും അത് ഭയങ്കര സുന്ദരമാണ്. അപ്പൊ ആ ആൾക്ക് എന്താണ് ചിലപ്പോ ഒരു അഫെയർ ഉണ്ടാവാനോ അല്ലെങ്കിൽ അഫെയറിന് പോകാനുള്ള സാധ്യതകളോ അവിടെ ഉണ്ടാവാം. ഇത്തരത്തിൽ നമ്മൾ അവരുടെ റെസ്പോൺസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവര് അതിനോട് എന്ത് അപ്രോച്ച് എടുക്കുന്നു, എന്താണ് അവരുടെ പേഴ്സണാലിറ്റിയിൽ ആ ഒരു ഇതിനുള്ള സ്ഥാനം എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോ മദർ എന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ മദറിനോട് ഭയങ്കര കെയറിങ്ങും ഭയങ്കര സ്നേഹം കിട്ടിയ ആളുകളാണെങ്കിൽ അല്ലെ അമ്മ എന്ന് പറഞ്ഞ ദൈവമാണ് എന്ന് പറയാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ തീരെ മദറിന്റെ കെയറിങ് കിട്ടുന്ന ആള് മദർ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ എന്താണ് പ്രസവിച്ച് വളർത്തിയ ഒരാൾ അത്രമാത്രം കണ്ടാൽ മതി എന്നുള്ളിടത്തൊക്കെ അവര് പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഒരാൾ എങ്ങനെയാണ് ഓരോരോ ഇൻസിഡന്റിനോട് ബിഹേവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേഴ്സണാലിറ്റി ഇത്തരത്തിലുള്ള ഫ്രീ അസോസിയേഷൻ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഒരു യൂണിറ്റ്. ഈ ടെസ്റ്റുകൾ വിശദമായി നോക്കാൻ ഇതിലില്ല. ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം, സബ്ജക്റ്റ് നമ്മുടെ അടുത്ത് വേണം, പിന്നെ ഇതിന് വേണ്ട ടൂൾസ് വേണം, ഇത് അനലൈസ് ചെയ്യാൻ നല്ലൊരു സൈക്കോളജിസ്റ്റ് വേണം. ഓക്കെ, ഒരു നോർമൽ ടീച്ചർക്ക് ഇത് അസസ് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്കൊക്കെ ഇതിന്റെ ഒരു കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, പക്ഷെ അതിന് ഡീപ്പായിട്ട് ഞങ്ങൾക്കും പഠിക്കാനില്ല. അത് കുറച്ചുകൂടി ഒരു ക്ലിനിക്കൽ മേഖലയിൽ പോകുന്ന ആളുകളാണ് അതിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ടാവുക. നിങ്ങളെ സംബന്ധിച്ച് പരീക്ഷയ്ക്ക് ഈ ടെസ്റ്റുകളുടെ പേരും ഏറിയാൽ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ വരെ പഠിക്കാനുണ്ടാവുള്ളൂ. സോ ആ രൂപത്തിൽ പഠിച്ചു വെക്കുക. പിന്നെ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിന് സ്കില്ലുണ്ട് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നൊക്കെ തോന്നുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഇത്തരം മേഖലയിൽ ഒരു സൈക്കോളജിക്ക് എടുത്തിട്ട് പോവാ. പിന്നെ ഇതൊക്കെ ഈ ടെസ്റ്റുകളും പേഴ്സണാലിറ്റി അസസ്മെന്റും അതുപോലെ തന്നെ ഇന്റലിജന്റ് ടെസ്റ്റുകളൊക്കെ പഠിച്ചെടുക്കാൻ അതിന്റെ വർക്ക്ഷോപ്പുകൾ ഉണ്ടാവാറുണ്ട്. ഭയങ്കര കോസ്റ്റ്ലിയാണ്. 10,000 20,000 ഒക്കെ കോസ്റ്റ് വരുന്ന കോഴ്സസ് ആണ് സാധാരണ ഉണ്ടാവുക. അതിന്റെ മെറ്റീരിയൽസിനൊക്കെ ഭയങ്കര പൈസയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമ്മൾ ആ ഒരു ഫീൽഡിൽ നിലവിലില്ല. വളരെ കുറച്ച് ആളുകൾ ആ ഒരു ഫീൽഡിൽ ഉണ്ടാവാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു വെറൈറ്റി ഫീൽഡ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. കുറച്ച് അതിൽ സ്കില്ലുള്ള ആളുകൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒന്നാണ് സൈക്കോളജി, കൗൺസിലിംഗ്, പ്രത്യേകിച്ച് ക്ലിനിക്കൽ കൗൺസിലിംഗ് എന്നൊക്കെയുള്ള മേഖലകൾ. ഓക്കെ, അപ്പൊ എല്ലാവരും നമുക്ക് എവിടെയാണ് സ്കില്ല് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. നമ്മുടെ ഒരു അംബിഷൻ എവിടെയാണ്, നമ്മുടെ സ്കില്ല് എവിടെയാണ്, നമ്മുടെ ട്രേറ്റുകൾ എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് ഒരു സെൽഫ് അസസ്മെന്റ് നടത്തുക. നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ദെൻ നമ്മുടെ ഒരു കരിയറിലേക്ക് നമ്മൾ പോവാം. സാധാരണ ഈ അധ്യാപകരോട് നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ BEd ചെയ്യുമ്പോൾ നിങ്ങളൊരു ആഗ്രഹം എന്താ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഈ കോഴ്സ് നന്നായി ചെയ്ത് ഒരു നല്ല അധ്യാപകനായ മതി എന്നുള്ളതാണ് സാധാരണ പറയാ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് ഈ കോഴ്സ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു മിനിമം ആഗ്രഹം മാത്രമാണ്. എന്തായാലും കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് പൂർത്തിയാക്കും. അപ്പൊ ഒരു ആവറേജ് എഫേർട്ട് ഉള്ള ഒരാളെ സംബന്ധിച്ച് അത് വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ അവിടെ ലിമിറ്റ് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ടീച്ചറായി കഴിഞ്ഞിട്ട് പിന്നീട് പ്രൊഡക്റ്റീവായി ഞാൻ എന്ത് ചെയ്യും, അതിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം ചിലപ്പോ അങ്ങനെ ടീച്ചേഴ്സ് ആകുന്ന ആളുകളായിരിക്കും പുതിയ സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക, അതല്ലെങ്കിൽ പിന്നെ പുതിയ പുതിയ കോഴ്സുകൾ തുടങ്ങുന്ന ആളുകളായിരിക്കും,
അതല്ലെങ്കിൽ ട്രെയിനേഴ്സ് ആയി മാറുന്ന ആളുകൾ ഉണ്ടാകും, പിന്നെ ഈ പറഞ്ഞ പോലെ കൗൺസിലിംഗ് മേഖലയിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ടാകും. പിന്നെ അങ്ങനെ വെറും ഒരു ടീച്ചറായി നിൽക്കാൻ ആരും തയ്യാറാവരുത് എന്നുള്ളതാണ് എനിക്കും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, കേവലം ഒരു അധ്യാപകർ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, കേവലം അധ്യാപകർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ആ അധ്യാപകർക്ക് മുകളിൽ ഒരു സ്പെഷ്യൽ സ്കില്ലുള്ള ഒരാൾ, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് എന്തെങ്കിലും ചെയ്യുന്ന ഒരാൾ, അങ്ങനെ ഒരു അധ്യാപകനായി മാറാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. Okay, so let's wind up today's class or the topic. Okay, thank you.